സർ മൂഡിൽ അറ്റൻഡൻസ് എനേബിൾ ചെയ്തിട്ടില്ലാന്ന് തോന്നല്ലോ ആഫ്റ്റർനൂൺ സെഷൻ്റെത്. സർ അത് സിറ്ററിൽ നിന്നാണ് ഇനേബിൾ ആക്കുന്നത്. ഞങ്ങൾ റിമൈൻഡർ ഇട്ടെന്നേ ഉള്ളൂ. നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. സമയമാകുമ്പോൾ നിങ്ങളുടെ ലോഗിൽ അത് മാർക്ക് ചെയ്യണമെന്നാണ്. അത് ഞങ്ങൾക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റില്ല. Good afternoon, everyone. I hope you all are ready for the afternoon session on PCB design. It's my privilege to introduce our speaker, Mr. Sharin Ayal, lecturer in electronics engineering at Government Polytechnic College, Nedbangal. With 15 years of teaching experience and expertise in signal processing, he brings a wealth of knowledge and practical insight to today's session. Let's all give a warm welcome to Sharin sir. Over to you, sir. Dear participants, you can mark your attendance in Moodle now. It is enabled. Sir, ഒന്നും കേൾക്കുന്നില്ല. Good afternoon, everybody. Okay, I'll start with this section. രാവിലത്തെ ക്ലാസ്സിൽ PCBയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ ലാലു സാർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്നാലും തുടക്കത്തിൽ PCB എന്താണെന്ന് പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. PCB തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ PCB മീൻസ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമ്മൾ സർക്യൂട്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് PCB, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. അപ്പോൾ നമുക്കറിയാം ഇന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിലും ഫോംസിലും ഒക്കെ നമുക്കിന്നത് അവൈലബിൾ ആണ്. ഗ്ലാസ്, അതുപോലെ തന്നെ ഫൈബർ, കോട്ടഡ് കോപ്പർ, അപ്പം അങ്ങനെ തുടങ്ങിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ നമുക്കിന്നത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ PCB ഡിസൈൻ ചെയ്യുന്നതിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസ്, ഓൺലൈൻ ടൂൾസ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ പോളിടെക്നിക്കിലെ കുട്ടികൾക്ക് നമ്മൾ മാനുവലായിട്ടുള്ള ഒരു PCB ഡിസൈൻ നമ്മൾ അവരെ ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മൈനർ പ്രോജക്റ്റ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ നമ്മൾ അവരെ കൊണ്ട് കുഞ്ഞു PCB അവരെ കൊണ്ട് മൾട്ടി വൈബ്രേറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ 555 ഉപയോഗിച്ചുള്ള മൾട്ടി വൈബ്രേറ്റേഴ്സ്, അങ്ങനെയുള്ള സർക്യൂട്ട്സ്, അതുപോലെ RC കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് ഒക്കെ നമ്മൾ ആ കുട്ടികളെ കൊണ്ട് ഈ മൈനർ പ്രോജക്റ്റിന്റെ ആ ഒരു സബ്ജക്റ്റിൽ, ആ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യിക്കണം. അപ്പോൾ അതിനും കൂടെ എയിം ചെയ്തുള്ളതാണ് നമ്മുടെ ഈ സെക്ഷൻ. അപ്പോൾ ഈ സെക്ഷൻ 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഒരു തിയറി സെക്ഷനും അതിനെ തുടർന്ന് ഒരു ഹാൻഡ്സ് ഓൺ സെക്ഷനായിട്ടാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം PCB പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. അപ്പം നമ്മൾ ആദ്യത്തെ കാലഘട്ടത്തിൽ PCB വരുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ ത്രൂ ഹോൾസ്, അതായത് നമ്മളൊരു മെറ്റീരിയൽ എടുക്കുന്നു, ഒരു പ്ലേറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മൈക്ക ഷീറ്റ് എടുക്കുന്നു, അതിലേക്ക് നമ്മൾ ഹോൾ ഇടുന്നു. ആ ഹോളിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കമ്പണൻസ് അകത്തേക്ക് നമ്മൾ പെനട്രേറ്റ് ചെയ്യുന്നു. അതിന്റെ മറുവശത്ത് നമ്മൾ അതിന്റെ ലീഡുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ആദ്യത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ PCBയുടെ ആദ്യത്തെ ഒരു ഡെവലപ്മെന്റ്. അപ്പൊ അങ്ങനെ ആ PCBയുടെ ആ ഒരു ടൈപ്പ് ത്രൂ ഹോൾ ഡെവലപ്മെന്റിൽ നിന്നാണ് നമ്മൾ ഈ ലീഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് പകരം പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്, ഈ കണക്ഷൻസ് നമ്മൾ ആൾറെഡി റെഡിമെയ്ഡായിട്ട് നമ്മളെ പ്രിന്റ് ചെയ്തുകൊണ്ട് നമ്മൾ PCB എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന PCB സിംഗിൾ ലെയർ PCB ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അത് ഡബിൾ സൈഡ് PCBയും അതുപോലെ തന്നെ മൾട്ടി ലെയർ PCB കൺസെപ്റ്റിലേക്കൊക്കെ നമ്മൾ മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രോണിക് ഇക്വിപ്മെന്റ്സ് എല്ലാം വളരെ കോമ്പാക്റ്റ് ആയി മാറി. എക്സാമ്പിൾ നമ്മുടെ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, നമ്മുടെ സ്മാർട്ട് ടെലിവിഷൻ ഒക്കെ തന്നെ ഈ PCBയുടെ മൾട്ടി ലെയർ PCBയുടെ കൺസെപ്റ്റോട് കൂടിയാണ് കോമ്പാക്റ്റ് ആയി മാറിയത്. അപ്പൊ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ തന്നെ PCB ഡിസൈനിന് വലിയൊരു ഓപ്പർച്യൂണിറ്റിയും അതുപോലെ വലിയൊരു സാധ്യതകളാണ് ഇന്ന് തുറന്നു കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളെ കൊണ്ട് PCB അവരെ മാനുവലായിട്ട് PCB നമ്മൾ ചെയ്യിക്കണം. അപ്പൊ അതിന് ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അപ്പം ഇതാണ് നമ്മൾ ആദ്യത്തെ കാലത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ത്രൂ ഹോൾ വയറിംഗ്, പ്രിന്റഡ് വയറിംഗ് ബോർഡ്സ്. അതായത് നമ്മുടെ കമ്പോണൻസ് ഒരു സൈഡിൽ വെക്കുന്നു, ആ കമ്പോണൻസിന്റെ ലീഡ്സ് നമ്മൾ വേറൊരു അതിന്റെ മറുവശത്ത് നമ്മൾ ഒന്നിച്ച് സോൾഡർ ചെയ്തുകൊണ്ട് ആ കണക്ഷൻസ് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിരുന്ന ആദ്യത്തെ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്നാണ് ഈ വയറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് പകരം
നമ്മൾ PCB ഇതിനെ പ്രിന്റ് ചെയ്തുകൊണ്ട് ഒരു സൈഡിൽ നമ്മൾ ഇതിനെ പ്രിന്റ് ചെയ്തുകൊണ്ട് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നത്. അപ്പൊ ഈ PCBയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഇത് ഒരു ഓസ്ട്രേലിയൻ എഞ്ചിനീയറായ പോൾ എയ്സ്ലർ ആണ് PCBയുടെ ഇൻവെൻഷൻ. അദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇങ്ങനെ നമ്മൾ വയറുകളെ, ലീഡ്സിനെ അല്ലെങ്കിൽ തമ്മിൽ വയറ് വഴി കണക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതിനെ പ്രിന്റഡ് സർക്യൂട്ടിന്റെ ഫോമിലേക്ക് മാറ്റാം, ഒരു റെഡിമെയ്ഡ് ഫോമിലേക്ക് മാറ്റാമെന്ന് ഡെവലപ്പ് ചെയ്തത് ഓസ്ട്രേലിയൻ എഞ്ചിനീയറായ പോൾ എയ്സ്ലർ ആണ്. അതുപോലെ തന്നെ നമ്മൾ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്, അതിനെ നമ്മൾ ആദ്യം പറഞ്ഞത് പ്രിന്റഡ് വയറിംഗ് കാർഡ്സ് എന്നാണ്. പ്രിന്റഡ് വയറിംഗ് കാർഡ്, അതായത് കുഞ്ഞു കുഞ്ഞു സർക്യൂട്ടുകളെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാർഡിന്റെ ഷേപ്പിലുള്ള മൈക്ക ഷീറ്റിലോ ഒക്കെ നമ്മൾ ഹോള് ഇട്ടിട്ട് ആ ഹോളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കമ്പോണൻസ് പെനട്രേറ്റ് ചെയ്ത് അതിന്റെ ഒരു വശം മറുവശം നമ്മൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ആദ്യത്തെ ഒരു ഡെവലപ്മെന്റ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രിന്റിംഗ് വയറിംഗ് ബോർഡ്സ് എന്നും അതുപോലെ തന്നെ പ്രിന്റിംഗ് വയറിംഗ് കാർഡ്സ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെ അറിയപ്പെട്ടത്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടുന്നു പോയിന്റ് ടു പോയിന്റ് വയറിംഗ് എന്ന് പറയും. അതായത് ഇപ്പൊ കമ്പോണൻസിനെ നമ്മൾ ഒരു PCBയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷീറ്റിന്റെ, ഒരു മൈക്ക ഷീറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഷീറ്റിന്റെ ഒരു വശത്തൂടെ നമ്മൾ ഇതിനെ പെനട്രേറ്റ് ചെയ്യുന്നു, മറുവശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലീഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു. നമുക്ക് അതിനെ പോയിന്റ് ടു പോയിന്റ് വയറിംഗ് എന്നും പറയാം. പക്ഷെ ഇത്തരത്തിൽ നമ്മൾ ഈ പോയിന്റ് ടു പോയിന്റ് വയറിംഗ് ഒക്കെ ഉപയോഗിച്ച് പ്രിന്റഡ് വയറിംഗ് ബോർഡ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കറിയാം നമുക്ക് കുഞ്ഞ് ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട്സുകളുണ്ട്, അതുപോലെ തന്നെ ഉയർന്ന ഫ്രീക്വൻസിയിൽ റേഡിയോ ഫ്രീക്വൻസിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സർക്യൂട്ട്സ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ PCB ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രിന്റഡ് വയറിംഗ് കാർഡ്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ ഉയർന്ന ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യുന്ന സർക്യൂട്ട്സിലൊന്നും തന്നെ ഈ പ്രിന്റഡ് വയറിംഗ് കാർഡ്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. കാരണം നമുക്കറിയാമല്ലോ, അവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രേ കപ്പാസിറ്റൻസ് ഉണ്ടാവും, അതുവഴി അത് ഫ്രീക്വൻസി അഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഫ്രീക്വൻസി അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ സർക്യൂട്ടിന്റെ പെർഫോമൻസിനെ അത് അഫക്ട് ചെയ്യും. അപ്പൊ അത്തരം സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രിന്റഡ് ഒരു റെഡിമെയ്ഡ് ഫോമിലേക്ക് പോകുന്നതിനുള്ള സാധ്യതകളെ കുറിച്ച് പഠനം നടന്നത്. അങ്ങനെയാണ് പോൾ എയ്സ്ലർ ഇതിനെ ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന്റെ ഫോമിലേക്ക് മാറ്റിയത്. അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് PCBs. എത്ര ടൈപ്പിലുള്ള PCBs ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് സിംഗിൾ സൈഡ് PCB. സിംഗിൾ സൈഡ് PCB എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു സബ്സ്ട്രാറ്റ്, അതിന്റെ പുറത്തോട്ടൊരു കോപ്പർ ലെയർ ഉണ്ടാവും. നമ്മൾ ആ കോപ്പർ ലെയറിലാണ് നമ്മുടെ സർക്യൂട്ട്സ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഒരു PCBക്ക് രണ്ട് വശങ്ങളാണുള്ളത്, ഒന്ന് ഒരു ലേഔട്ട് സൈഡും ഒന്ന് ഒരു കമ്പന്റെ മറുവശം എന്ന് പറയുന്ന കമ്പോണന്റ് സൈഡുമാണ്. അപ്പൊ നമ്മൾ ആ കമ്പോണന്റ് സൈഡിലേക്ക് കമ്പോണന്റ് പ്ലേസ് ചെയ്യും. പ്ലേസിന് ശേഷം നമ്മൾ മറുവശത്ത് അതിന്റെ സർക്യൂട്ട് നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കും. ആ പ്രിന്റ് ചെയ്യുന്ന പോർഷനിലാണ് നമ്മൾ ആ ഹോള് വഴിയാണ് നമ്മൾ അതിന്റെ പാഡിൽ നമ്മൾ സോൾഡർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വശത്ത് മാത്രം നമ്മൾ സോൾഡർ ചെയ്യുകയും ഒരു വശത്ത് കമ്പോണൻസ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ PCBയെ സിംഗിൾ സൈഡ് PCB എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. സിംഗിൾ സൈഡ് PCB. അടുത്ത രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡബിൾ സൈഡഡ് PCB. ഡബിൾ സൈഡഡ് PCB എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ സിംഗിൾ സൈഡ് PCBയുടെ ഈ കോപ്പർ ക്ലാഡ് ഷീറ്റ് അല്ലെങ്കിൽ ഈ മൈക്ക ഷീറ്റിന്റെ ഒരു വശത്ത് മാത്രം നമുക്ക് ഈ കോപ്പർ ലെയറിന് പകരം ഇതിന്റെ രണ്ട് വശത്തും, അതായത് ഈ കോപ്പർ ക്ലാഡ് ഷീറ്റിന്റെ അല്ലെങ്കിൽ ഈ ഗ്ലാസ് സബ്സ്ട്രാറ്റിന്റെ രണ്ട് വശങ്ങളിൽ, അതിന്റെ രണ്ട് പുറങ്ങളിൽ നമ്മൾ കോപ്പർ ലെയർ നമ്മൾ ഫോം ചെയ്തിരിക്കും. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് രണ്ട് വശങ്ങളിൽ സോൾഡർ ചെയ്യാം, രണ്ട് വശങ്ങളിൽ നമുക്ക് കമ്പോണൻസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ സിംഗിൾ സൈഡ് PCBയിൽ നിന്ന് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയി നമ്മുടെ ഡബിൾ സൈഡ് PCB. ഇതാണ് നമ്മുടെ ഡബിൾ സൈഡ് PCBയുടെ ഒരു സ്ട്രക്ചർ. അപ്പം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഈ ഫിഗറിൽ അതിന്റെ ബോട്ടം ലെയറും അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് ലെയറും കാണിച്ചിട്ടുണ്ട്. സെൻട്രലാണ് അതിന്റെ കോർ മെറ്റീരിയൽ ഗ്ലാസ് ആവാം, അതുപോലെ തന്നെ മൈക്ക ആവാം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ രണ്ട് വശങ്ങളിൽ നമ്മൾ ഇതുപോലെ കോപ്പർ നമ്മൾ കോട്ട് ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡബിൾ സൈഡ് PCB എന്ന് പറഞ്ഞത്. അടുത്ത് നമ്മൾ പറയുന്ന വേറൊരു കൺസെപ്റ്റ് ആണ് മൾട്ടി ലെയർ PCB. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മൾട്ടി ലെയർ PCB ആണ്. മൾട്ടി ലെയർ PCB എന്ന് പറയുമ്പോൾ
നമ്മൾ നേരത്തെ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ 2 ലേയേഴ്സ് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു സബ്സ്ട്രാറ്റ് ഉണ്ടാവും. ആ സബ്സ്ട്രാറ്റിന്റെ 2 വശങ്ങളിൽ നമ്മൾ കോപ്പർ ലെയർ അല്ലെങ്കിൽ നമ്മളെ മെറ്റീരിയൽ നമ്മൾ കോട്ട് ചെയ്തിരിക്കും. ആ കോട്ട് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. അതിന്റെ അപ്പൊ ഈ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ കേസിൽ നമുക്ക് 2 വശങ്ങളിലും സോൾഡർ ചെയ്യാനും 2 വശങ്ങളിലും നമുക്ക് കമ്പോണൻസ് സെറ്റ് ചെയ്യാനും പറ്റും. ഇവിടെ നമ്മൾ അടുത്ത് പറയുന്ന മൾട്ടി ലെയർ. മൾട്ടി ലെയർ എന്ന് പറയുമ്പോൾ ഈ ഡബിൾ ലെയറിന്റെ തന്നെ ഡബിൾ സൈഡഡ് PCBയുടെ ഒരു സ്റ്റാക്ഡ് ഫോമാണ്. ഇതിനെ ഒത്തിരി PCBസിനെ നമ്മൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തുകൊണ്ട് ഇതിനെ അടുക്കി വെച്ചുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആക്കുകയാണ്. നമ്മൾ സാധാരണ ഈ മൾട്ടി ലെയർ PCB നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ SMD കമ്പോണൻസ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. SMD കമ്പോണൻസ് SMD ഉപയോഗിക്കുന്നിടത്താണ് നമ്മൾ ഈ മൾട്ടി ലെയർ PCB സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു മൾട്ടി ലെയർ PCBയുടെ ഒരു സ്കീമാറ്റിക്. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു 6 ലെയർ PCB ബോർഡാണ്. അതായത് ഒരു ഒരു സബ്സ്ട്രാറ്റ്, ഒരു കോപ്പർ ലെയർ, അടുത്ത് വീണ്ടും നമ്മൾ ഒരു സബ്സ്ട്രാറ്റ് എടുക്കുന്നു, അതിന്റെ 2 വശങ്ങളിൽ നമ്മൾ കോപ്പർ ലെയർ കൊടുക്കുന്നു. അതായത് ഫസ്റ്റ് സബ്സ്ട്രാറ്റിന്റെ പുറത്താണ് നമ്മൾ കോപ്പർ ലെയർ കാണിച്ചത്, അതിനെ ഫസ്റ്റ് ലെയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അടുത്ത് രണ്ടാമത്തെ സബ്സ്ട്രാറ്റിന്റെ 2 വശങ്ങളിലും നമ്മൾ കോപ്പർ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ സബ്സ്ട്രാറ്റിന്റെ നമ്മൾ 2 ഭാഗത്തും 2 വശങ്ങളിലും നമ്മൾ കോപ്പർ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ഔട്ടർ ലെയറിന്റെയും പുറത്ത് നമ്മൾ ഒരു കോപ്പർ ലെയർ നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ഈ മൾട്ടി ലെയറിന്റെ സ്റ്റാക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. എപ്പോഴും ഈവൻ നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഈ കോട്ടിങ് ലെയർ 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 എണ്ണം ഈവൻ നമ്പേഴ്സ് ആണ്. നമ്മൾ ഓഡ് നമ്പേഴ്സ് ഉപയോഗിക്കാത്തതിനുള്ള കാരണമായിട്ട് പറയുന്നത് ഇത് പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ ഒരു ലെയർ ഇളകി പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 2 ഔട്ടർ ലെയർ ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ ഇത് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്റ്റാക്ക് ചെയ്ത് വളരെ ടെമ്പറായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോപ്പർ ലെയർ എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. ഇന്നിപ്പം നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ഈ മൾട്ടി ലെയർ PCB എന്ന് പറയുന്നത് 8 മുതൽ 12 ലെയർ വരെയുള്ള PCBs ആണ് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സൈസൊക്കെ വളരെ ചെറുതായതും വളരെ കോമ്പാക്റ്റ് ആയി മാറിയത് ഈ PCBയുടെ ഇത്രയും മൾട്ടി ലെയർ PCBയുടെ ഡെവലപ്മെന്റോട് കൂടിയാണ്. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് സിംഗിൾ ലെയർ ആണ്. സിംഗിൾ ലെയർ എന്ന് പറയുമ്പോൾ സിംഗിൾ സൈഡ് PCB അല്ലെങ്കിൽ സിംഗിൾ ലെയർ ഒരു സൈഡ് മാത്രം നമ്മൾ കോപ്പർ കോട്ടിംഗ് ഉണ്ട്. രണ്ടാമത് പറഞ്ഞ കേസിൽ ഡബിൾ സൈഡാണ്. 2 വശങ്ങളിലും 2 പുറങ്ങളിലും നമ്മൾ PCB കോട്ട് ചെയ്തിട്ട് കോപ്പർ നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത് പറഞ്ഞ കേസിൽ മൾട്ടി ലെയർ ആണ്. നമ്മൾ ഡബിൾ സൈഡ് PCBയെ നമ്മൾ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അത് ഈവൻ നമ്പർ ആയിരിക്കും. പിന്നെ നമ്മൾ ഇന്ന് സാധാരണ 12 ലെയേഴ്സ് ഒക്കെയാണ് നമ്മൾ സാധാരണ മാക്സിമം നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. 8 മുതൽ 12 ലെയർ വരെ നമ്മൾ മൊബൈൽ ഫോൺസിലൊക്കെ നമ്മളിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി എങ്ങനെയാണ് ഈ PCBയുടെ നിർമ്മാണം, എങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഒരു കോപ്പർ ഫോയിൽ. അപ്പൊ നമ്മൾ അതിനെ ഒരു കോപ്പർ ഫോയിൽ എടുക്കുന്നു. അപ്പൊ ആ ഫോയിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു മൈക്ക ഷീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഗ്ലാസ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ, ആ മെറ്റീരിയലിന്റെ പുറത്താണ് നമ്മൾ ഈ ഫോയിൽ കോട്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ കോപ്പർ പ്ലേറ്റിംഗ് നമ്മളടുത്ത് പ്ലേറ്റ് ചെയ്യുന്നു. പ്ലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സർക്യൂട്ട് ഇമേജിനെ അല്ലെങ്കിൽ അതിന്റെ പ്രിന്റ് ഔട്ടിനെ നമ്മൾ ഇതിന്റെ പുറത്തോട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നു. സാധാരണ നമ്മളെ സ്ക്രീൻ പ്രിന്റിംഗ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മൾ അതിനെ എച്ചിങ് പ്രോസസ്സിലേക്ക് പോകും. എച്ച് ചെയ്തതിനു ശേഷം നമ്മൾ അതിന്റെ പുറത്ത് ഒരു സോൾഡറിങ് മാസ്ക് നമ്മൾ കണക്ട് ചെയ്യും. കാരണം മറ്റുള്ള കണക്ഷനുമായിട്ടൊക്കെ ബന്ധം വരാതെയും ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ അതിന്റെ പുറം നമ്മൾ മാസ്ക് ചെയ്യും. പിന്നെ നമ്മൾ അതിന്റെ ട്രേസിങ്, പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അതിനെ സ്ലോട്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് സോൾഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സാധാരണ ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റോ അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസോ ഒക്കെയാണ് നമ്മൾ സാധാരണ ഇതിന്റെ സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സബ്സ്ട്രേറ്റിന്റെ പുറത്താണ് കോപ്പർ നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കോപ്പർ കോട്ടിങ്ങിന്റെ പുറത്താണ് നമ്മൾ നമ്മളെ സർക്യൂട്ടിന്റെ ലേ ഔട്ട് പ്രിന്റ് ചെയ്യുന്നത്. അതിന്റെ നെഗറ്റീവിനെ നമ്മൾ അതിന്റെ പുറത്ത് പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ചെയ്തതിനു ശേഷം നമ്മൾ അതിന്റെ മറുവശത്തൂടെ കമ്പോണൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ അതിന്റെ പാഡിലാണ് സോൾഡർ ചെയ്യുന്നത്. നമ്മൾ ആ സോൾഡർ ചെയ്യുന്ന പോർഷന് പറയുന്ന പേര് സോൾഡറിങ് പാഡ് എന്നാണ്. ആ പാഡിലാണ് നമ്മൾ സോൾഡർ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഏകദേശം രാവിലെ ലാലു സാർ പറഞ്ഞു കഴിഞ്ഞു എന്റെ കൺസ്ട്രക്ഷനൊക്കെ.
പിന്നെ നമ്മളിനി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, സബ്സ്ട്രാറ്റിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന PCBയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിൻ്റെ ആ സബ്സ്ട്രാറ്റ് ഏതൊക്കെ ടൈപ്പാണ്? സാധാരണ നമ്മൾ മൈക്ക ഷീറ്റ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ FR സ്റ്റാൻഡേർഡുള്ള FR4 ബേസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. FR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം റിട്ടാർഡന്റ് എന്നാണ്. അത് നമ്മുടെ നാഷണൽ ഇലക്ട്രിക്കൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ അവരാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, FR4. അതായത് FR4ന്റെ പ്രത്യേകത, ഇത് ശരിക്കും ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. ശരിക്കും ഹീറ്റിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്, FR4നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മൈക്ക ഷീറ്റിന് പകരം ഇന്ന് നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രേഡ് കൂടിയ സബ്സ്ട്രാറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഒരു എക്സാമ്പിൾ ആണ് നമ്മളെ FR4. പിന്നെ അതിന്റെ പ്രത്യേകത നമ്മൾ പറയുന്നുണ്ട്, റിജിഡ് ടാബിന്റെ തിക്നെസ് നല്ല കൂടിയ തിക്നെസ് ഉണ്ട്. പിന്നെ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. പിന്നെ ടെമ്പറേച്ചർ ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതലാണ് FR4ന്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ മൾട്ടി ലെയർ PCBയുടെ ഒക്കെ കൺസ്ട്രക്ഷന് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് FR4 ആണ്. FR4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം റിട്ടാർഡന്റ് എന്നാണ്. 4 അതിന്റെ ഗ്രേഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന നീമ, അതായത് നാഷണൽ ഇലക്ട്രിക്കൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ, അവരാണ് ഇതിന്റെ ഗ്രേഡ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് PCBയുടെ ഒരു ബേസിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് FR4? FR4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈബർ ഗ്ലാസ് ആണ്. ഫൈബർ ഗ്ലാസോ അതുപോലെ തന്നെ എപ്പോക്സി റെസിൻ ബൈൻഡറോ, അതായത് ഫ്ലെയിം റെസിസ്റ്റന്റ് ആണ്. തീ പിടിക്കാനൊക്കെ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റാൻഡേർഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് തന്നെ ഫ്ലെയിം റിട്ടാർഡന്റ് എന്നാണ്. ഇത് 1968 ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്ട്രാറ്റ് എന്ന് പറയുന്നത് FR4 സ്റ്റാൻഡേർഡിൽ ഉള്ളതാണെന്നൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇനി PCB നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന PCBയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ത്രൂ ഹോൾ ടെക്നോളജിയാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്നത്. ത്രൂ ഹോൾ ടെക്നോളജി, ഇതാണ് നമ്മളൊരു PCBയുടെ ഒരു സൈഡിൽ നമ്മൾ ഹോള് വഴി കമ്പോണന്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ മറുവശം നമ്മൾ അതിന്റെ ലീഡുകളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് നമ്മൾ സോൾഡർ ചെയ്യുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെ ലീഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ പ്രിന്റ്, അതിന് ആൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് പ്രിന്റ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പോണൻസ് മാത്രം അതിൽ ഇൻസേർട്ട് ചെയ്ത് സോൾഡർ ചെയ്യുന്ന ഒരു ടെക്നിക്കിലേക്ക് നമ്മൾ മാറിയത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ ടെക്നോളജിയാണ് ത്രൂ ഹോൾ ടെക്നോളജി. ത്രൂ ഹോൾ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി, കമ്പോണൻസിനെ നമ്മളൊരു ഹോൾ വഴി ബോർഡിന്റെ ഒരു സൈഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. മറുവശത്ത് നമ്മൾ അതിന്റെ ട്രേസിനെ, നമ്മൾ കമ്പോണൻസിന്റെ ലീഡുകളെ നമ്മൾ സോൾഡർ ചെയ്യുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ത്രൂ ഹോൾ ടെക്നോളജി. അടുത്ത് പറഞ്ഞു സിംഗിൾ സൈഡ്. നമ്മൾ പറഞ്ഞു സിംഗിൾ സൈഡ് എന്ന് പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു സൈഡിൽ നമ്മൾ കമ്പോണന്റ് വയ്ക്കുന്നു, മറുവശത്ത് നമ്മൾ അതിന്റെ പ്രിന്റിൽ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നു. ഒരു വശത്ത് മാത്രം നമ്മൾ സോൾഡർ ചെയ്യുന്നു, ഒരു സൈഡിൽ മാത്രം നമ്മൾ കമ്പോണന്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ സിംഗിൾ സൈഡ് എന്ന് നമ്മൾ പറയുന്നു. അടുത്ത രണ്ടാമത് പറഞ്ഞ കേസാണ് ഡബിൾ സൈഡ്. ഡബിൾ സൈഡ് എന്ന് പറയുമ്പോൾ രണ്ട് വശങ്ങളിലും നമുക്ക് കമ്പോണൻസ് സോൾഡർ ചെയ്യാൻ പറ്റും, രണ്ട് വശങ്ങളിലും നമുക്ക് കമ്പോണൻസ് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ ആദ്യകാലത്ത് ഉപയോഗിച്ച ത്രൂ ഹോൾ ടെക്നോളജി കാണിക്കാൻ വേണ്ടിയുള്ള ജസ്റ്റ് നമ്മൾ ഇപ്പോഴത്തെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അതുപോലെ കാണിച്ചിട്ട് എന്താണ് നമ്മൾ അപ്പൊ ഇവിടെ നമ്മൾ ലീഡുകളെ തമ്മിൽ കണക്ട്, ഇപ്പോൾ ഒരു PCB ആയിട്ട് തന്നെ കാണിച്ചിരിക്കുകയാണ്. ഹോള് വഴി നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നു, ഇൻസെർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്രിന്റ് ആൾറെഡി PCB ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. എന്തായാലും ഒരു ഹോൾ വഴി നമ്മൾ ഇവിടെ കമ്പോണൻസ് നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ത്രൂ ഹോൾ ടെക്നോളജി എന്ന് പറയുന്നു. അടുത്ത് നമ്മൾ പറയുന്നതാണ് സർഫസ് മൗണ്ട് ടെക്നോളജി. സർഫസ് മൗണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു PCBയുടെ സർഫസിൽ നമ്മൾ നേരിട്ട് കമ്പോണൻസിനെ പ്ലേസ് ചെയ്യുന്നു. ആ കമ്പോണൻസിനെ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. സർഫസ് മൗണ്ട് ടെക്നോളജി. ഇപ്പൊ സർഫസ് മൗണ്ട് ടെക്നോളജി ഏകദേശം വ്യാപകമായി നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയത് ഏകദേശം 1990ന്റെ മധ്യകാലം മുതലാണ് നമ്മൾ ഈ സർഫസ് മൗണ്ട് ടെക്നോളജി ശരിക്കും നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പൊ ഈ നമ്മൾ സർഫസ് മൗണ്ട് ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ത്രൂ ഹോൾ ടെക്നോളജിയിൽ നമ്മൾ ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സോൾഡറിങ്ങൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ ഈ സർഫസ് മൗണ്ട് ടെക്നോളജിയിൽ ടെമ്പറേച്ചർ വളരെ സെൻസിറ്റീവ് ആണ്. SMD കമ്പോണൻസ് എല്ലാം, ഇപ്പൊ റെസിസ്റ്റർ ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് ആയാലും അതുപോലെ തന്നെ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എല്ലാം തന്നെ വളരെ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ സർഫസ് മൗണ്ട് ടെക്നോളജിയിൽ നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ അത് സോൾഡർ ചെയ്യുന്നതിന് നമ്മൾ അത്തരത്തിലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന
അത്തരത്തിലുള്ള സോൾഡറിങ് ചേമ്പറും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ സർഫസ് മൗണ്ട് ടെക്നോളജി നമ്മൾ PCBയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടും കൂടെ കുറച്ചുകൂടെ നമ്മുടെ ഈ PCB കൺസ്ട്രക്ഷൻ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയി മാറി. അപ്പം കാരണം നമുക്ക് ട്രാൻസ്ഫോമർ പോലെയുള്ള കമ്പോണൻസ് മാത്രം നമുക്ക് പുറത്ത് കണക്ട് ചെയ്താൽ മതിയാവും. ബാക്കി ഏകദേശം കമ്പോണൻസ് ഒക്കെ തന്നെ ഇൻഡക്ടറും ട്രാൻസ്ഫോമറും ഒക്കെ മാത്രമേ നമുക്ക് പുറമേ നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും റെസിസ്റ്റർ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് PCBയുടെ പുറത്ത് തന്നെ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയിലേക്ക് നമ്മൾ മാറി. അപ്പൊ ഇതാണ് സർഫസ് മൗണ്ട് ടെക്നോളജി. അപ്പൊ അടുത്ത് നമ്മൾ പറയുന്നത് ഇതിന്റെ ഫാബ്രിക്കേഷൻ എങ്ങനെയാണ്. ഇതിന്റെ ഫാബ്രിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ഒരു PCBയുടെ ഫാബ്രിക്കേഷൻ എങ്ങനെ നമുക്കൊരു PCB ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു നമ്മളൊരു PCB മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ആ സർക്യൂട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി അറിയാമല്ലോ. നമുക്ക് സാധാരണഗതിയിൽ ഉയർന്ന ഫ്രീക്വൻസിയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ സ്ട്രേ കപ്പാസിറ്റൻസ് ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി അഫക്റ്റ് ചെയ്യും. അതുപോലെ ആ സർക്യൂട്ടിന്റെ പെർഫോമൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള സർക്യൂട്ട്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ PCBയുടെ ലേഔട്ടിന്റെ സൈസ് അതുപോലെ തന്നെ ലേഔട്ടിന്റെ വിഡ്ത്ത് നമ്മൾ കമ്പോണൻസ് പ്ലേസ് ചെയ്യുന്ന അതിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ്, ഏതൊക്കെ കമ്പോണൻസ് ഏതൊക്കെ ഗ്യാപ്പിൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കും. അപ്പൊ ഒന്നാമതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് PCB ഡിസൈനിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സർക്യൂട്ടാണോ നമ്മൾ എടുക്കുന്നത് അപ്പൊ ആ സർക്യൂട്ടിന്റെ ഒരു ലേഔട്ട് വരച്ചുണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളൊക്കെ പോളി പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് പോളിയിൽ ഇലക്ട്രോണിക് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സബ്ജക്റ്റിൽ നമ്മളെ കൊണ്ട് PCB ചെയ്യിക്കാറുണ്ടായിരുന്നു. അന്ന് 2006, 2010 റിവിഷനിലേക്ക് സിലബസിൽ ഇലക്ട്രോണിക് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ ഇത് ചെയ്യുമായിരുന്നു. അന്നൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഒരു തെർമോകോൾ ഷീറ്റിന്റെ പുറത്ത് നമ്മൾ ചെയ്യേണ്ട സർക്യൂട്ടിലെ കമ്പോണൻസിനെ നമ്മൾ അതിലോട്ട് പ്ലേസ് ചെയ്ത് വെക്കും. നമ്മൾ അതിനകത്തോട്ട് ഇറക്കി വെക്കും. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിന്റെ രണ്ട് വശത്തും സർക്യൂട്ട് നോക്കി നമ്മൾ ഈ സർക്യൂട്ടിന്റെ ടെർമിനലുകളെ നമ്മൾ കണക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലേഔട്ട് കിട്ടും. നമ്മുടെ PCBയിലേക്ക് നമുക്ക് കൊടുക്കേണ്ട രണ്ട് വശങ്ങളിലും കിട്ടേണ്ട കമ്പോണൻസ് ലേഔട്ടും കിട്ടും. അതുപോലെ തന്നെ PCB ലേഔട്ടും നമുക്ക് കിട്ടും. അപ്പൊ ഈ PCB ലേഔട്ടിനെ നമ്മൾ നേരെ നമ്മുടെ PCBയുടെ നമ്മളെ കോപ്പർ ക്ലാഡ് ഷീറ്റിലേക്ക് നമ്മൾ പകർത്തുകയാണ് ചെയ്യുന്നത്. പകർത്തിയതിന് ശേഷം നമ്മൾ അതിനെ കാർബൺ കോപ്പി വെച്ചോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിലോട്ട് പകർത്തിയിട്ട് നമ്മൾ ആ കിട്ടുന്ന പ്രിന്റിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസുലേറ്റർ കൊണ്ട് അതിനെ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിന് ശേഷം അത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അതിനെ ഫെറിക്ലോറൈഡ് സൊല്യൂഷനിൽ ഉപയോഗിച്ച് അതിനെ നമ്മൾ എച്ച് ചെയ്ത് അപ്പൊ എടുക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് മാനുവലായിട്ട് പണ്ട് നമ്മളെ അധ്യാപകർ പഠിപ്പിച്ചിട്ടുള്ളതും നമ്മൾ ചെയ്തിട്ടുള്ളതും. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ ഒരു ടെക്നോളജി നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് നമ്മൾ ഇന്ന് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ PCB ചെയ്യുന്നതെന്ന് കുട്ടികൾ അറിയുന്നതിന് മുൻകാലങ്ങളിൽ എങ്ങനെയാണ് ഈ മാനുവലായി ഈ PCB ചെയ്തിരുന്നത് എന്ന് നമ്മളെ കുട്ടികൾ അറിയണം. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ അതിന്റെ സർക്യൂട്ടിന്റെ ലേഔട്ട് ഡിസൈൻ ചെയ്യുക. അത് നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പൊ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടിന്റെ ഫ്രീക്വൻസി, നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന പവർ എത്ര പവറാണ്, അപ്പൊ അങ്ങനെ പവർ ഉപയോഗിക്കുമ്പോൾ പവർ ലൈൻ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ സിഗ്നൽസ് പോകുന്ന ലേഔട്ട്സ് എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും അനലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു PCB ഡിസൈൻ നമ്മൾ അതിന്റെ ലേഔട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആ സർക്യൂട്ടിന്റെ ലേഔട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. എങ്ങനെയായിരിക്കണം, അപ്പൊ എൻ്റെ കയ്യിലുള്ള PCB എത്രയാണ്, എനിക്ക് ഏത് പർപ്പസിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ആ PCBയുടെ സൈസ് നമ്മൾ നിശ്ചയിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ലേഔട്ട് നമ്മൾ വരച്ച് തയ്യാറാക്കണം. അതിനുശേഷം ഇമേജിങ് മീൻസ് നമ്മൾ വരച്ചെടുത്ത ആ ലേഔട്ടിനെ നമ്മുടെ കോപ്പർ ക്ലാഡ് ഷീറ്റിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യണം. അതിനെ നമ്മൾ പകർത്തിയതിന് ശേഷം നമ്മൾ അതിനെ ഇൻസുലേറ്റ് ചെയ്യണം. ഇൻസുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫെറിക്ലോറൈഡ് സൊല്യൂഷനിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ വരച്ചെടുത്ത ആ ഇമേജ് ലൈൻസ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ പെയിന്റ് കൊണ്ടോ എന്തെങ്കിലും നമ്മൾ അതിനെ ഇൻസുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ എച്ചിങ് പ്രോസസ്സിന് വിധേയമാക്കും.
പെറിക്ലോറൈഡ് സൊല്യൂഷൻ പോലെയുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ നമ്മൾ അതിനെ എച്ചിങ് പ്രോസസ്സിന് വിധേയമായി കഴിയുമ്പോൾ നമ്മൾ ഏതൊക്കെ പോർഷനിലാണോ നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഇൻസുലേറ്റ് ചെയ്ത പോർഷനിലുള്ള ആ ലേഔട്ട് എല്ലാം അവിടെ വിസ്റ്റാൻഡ് ചെയ്യുകയും നമ്മൾ അൺഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് നമ്മൾ മാസ്ക് ചെയ്യാത്ത സ്ഥലത്തുള്ള കോപ്പർ ഫോയിൽ എല്ലാം തന്നെ അതവിടെ നിന്ന് ഡയലേറ്റ് ആയി പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന സംഗതിയാണ് നമുക്ക് അതിന്റെ ലേഔട്ട് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പോണൻസ് പിടിപ്പിക്കേണ്ട സ്ഥലങ്ങളെല്ലാം നമ്മൾ പാഡ് എന്ന് പറയും. കമ്പോണൻസ് പിടിപ്പിക്കുന്ന പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് പാഡ്. അപ്പൊ ആ പാഡിനെ നമ്മൾ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മൾ ആ ഇൻസുലേറ്റ് ചെയ്ത പോർഷനെ നമ്മൾ മാസ്ക് ചെയ്യും. നമ്മൾ അതിനെ മാസ്ക് ചെയ്യണം. മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സർക്യൂട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ടോ ഒന്നും അതിന്റെ പുറത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ വേറൊരു ഇൻസുലേറ്റർ കൊണ്ട് മാസ്ക് ചെയ്യും. മാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ സിൽക്ക് സ്ക്രീനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ റൂട്ടിങ്, ഏറ്റവും അവസാനം നമ്മൾ അതിനെ ഇലക്ട്രിക്കൽ ടെസ്റ്റിന് വിധേയമാക്കും. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു PCB ഇതാണ് അതിന്റെ. അപ്പൊ അങ്ങനെ അവസാനം കിട്ടുന്ന കമ്പോണന്റിനെയാണ് നമ്മൾ PCB എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ ഇന്നിപ്പോ ഇവിടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഉള്ളതുകൊണ്ടാണ് ഈ സെക്ഷനിൽ അത് കാണിക്കാത്തത്. ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിൽ സനൽ സാറും നിഷിൽ സാറും വളരെ വ്യക്തമായിട്ട് അത് കാണിക്കും. അപ്പൊ എങ്ങനെയാണ് അത് നമ്മൾ ലേഔട്ട് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ലേഔട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള കാര്യങ്ങളെ പറ്റി പറയും. ഒന്നാമതായി ഓർത്തിരിക്കുക, നമ്മൾ അതിന്റെ PCBയുടെ ലേഔട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. സെറ്റപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും അത് കോമ്പാക്റ്റ് ആയിരിക്കണം. കോമ്പാക്റ്റ് എന്ന് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ റൂൾസ് ഒക്കെ ഒന്ന് നോക്കിയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസിന്റെ ടെർമിനൽസിന്റെ ഡയമീറ്റർ എങ്ങനെയായിരിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ക്വാർട്ടർ വാട്ട് റെസിസ്റ്റൻസിന്റെ ടെർമിനലിന്റെ ഡയമീറ്റർ അല്ല നമ്മൾ ഉപയോഗിക്കുന്ന 2 വാട്ടിന്റെയോ 3 വാട്ടിന്റെയോ ടെർമിനലിന്റെ ഡയമീറ്റർ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഡയമീറ്റർ കൂടുതൽ വരുമ്പോൾ നമ്മൾ അവിടെ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാഡിന്റെ ഡയമീറ്ററും എപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പൊ ആ റൂൾസ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ PCB ഡിസൈൻ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഫ്രീക്വൻസിയുടെ കേസ് നമ്മൾ പറഞ്ഞു. ആ ഫ്രീക്വൻസിയുടെ കേസ് പറയുമ്പോൾ ഫ്രീക്വൻസി എത്രത്തിലുള്ള ഫ്രീക്വൻസി, RF ആണോ, അതിന് മുകളിലോട്ടുള്ള ഫ്രീക്വൻസീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഫ്രീക്വൻസിയുടെ യൂസേജ്, എത്ര ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ലൈൻസ് ആയിരിക്കണം, ലൈൻസിന്റെ ഗ്യാപ്പ് അത്തരത്തിലായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത്, ആ വരച്ചെടുത്ത സംഗതിയെ നമ്മൾ ഇമേജിങ്, അതിനെ നമ്മളെ PCBയിലോട്ട്, നമ്മുടെ കോപ്പർ ക്ലാഡ് ഷീറ്റിലോട്ട് നമ്മൾ അതിനെ മാറ്റുന്നു. മാറ്റിയതിനു ശേഷം നമ്മൾ അതിനെ ഇൻസുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എച്ച് ചെയ്യുന്നു. അതിനുശേഷം ഡ്രില്ല് ചെയ്യുന്നു. പിന്നെ നമ്മൾ മാസ്ക് ചെയ്യുന്നു. പിന്നെ നമ്മളെ സ്ക്രീനിങ്, പിന്നെ റൂട്ടിങ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ടെസ്റ്റ്. അപ്പൊ ഇത്രയാണ് നമ്മൾ അതിന്റെ ഫാബ്രിക്കേഷനകത്ത് വരുന്നത്. അപ്പൊ ഇതാണ്, ഈ ഫിഗറാണ് അതിന്റെ ഫിലിം ജനറേഷൻ. നമ്മൾ വരച്ചെടുത്ത സംഗതിയുടെ ഫിലിം ഇതാണ്. ഇതിന്റെ നെഗറ്റീവിനെയാണ് നമ്മൾ നമ്മുടെ കോപ്പർ ക്ലാഡ് ഷീറ്റിലേക്ക് നമ്മൾ പകർത്തുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഷിയർ റാ മെറ്റീരിയൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കോപ്പർ ക്ലാഡ് ഷീറ്റ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പലരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് കോപ്പർ ക്ലാഡ് ഷീറ്റ്. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് സിംഗിൾ ലെയർ കോപ്പർ ക്ലാഡ് ഷീറ്റ് ആണെങ്കിൽ, ഇതിനകത്ത് സിംഗിൾ സൈഡ് ആണെങ്കിൽ ഒരു സൈഡിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ കോപ്പർ മെറ്റീരിയൽ നമ്മൾ കോട്ട് ചെയ്തിരിക്കത്തുള്ളൂ. മറുവശത്ത് അത് പ്യുവർ ഇൻസുലേറ്റർ തന്നെ ആയിരിക്കും. പക്ഷെ ഇനി ഡബിൾ സൈഡ് വരുന്ന സമയത്ത് ഇതിന്റെ 2 വശങ്ങളിലും നമ്മൾ ഇതുപോലെ കോപ്പർ ഫോയില് നമ്മൾ കോട്ട് ചെയ്തിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതാണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റാ മെറ്റീരിയൽ. ഇതിന് നമ്മൾ പറയുന്നത് കോപ്പർ ക്ലാഡ് ഷീറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മൾ ഇമേജ് വരച്ചിപ്പോ ഒരു സർക്യൂട്ടിന്റെ ഇമേജ് വരച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫോർമാറ്റ് ആണിത്. അപ്പൊ നമ്മൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ത്രൂ ഹോൾ ടെക്നോളജിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് ആദ്യം ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്ലെയിൻ PCBs കിട്ടും. ഇപ്പുറത്തെ സൈഡ്, ഇതിന്റെ റൈറ്റ് സൈഡ് കാണുന്ന പ്ലെയിൻ PCB. അപ്പൊ ഈ പ്ലെയിൻ PCBയിൽ തന്നെ നമുക്ക് കുഞ്ഞ് സർക്യൂട്ട്സ് ഒക്കെ, ഇപ്പൊ RC കപ്പിൾഡ് ആംപ്ലിഫയറോ അല്ലെങ്കിൽ നമ്മുടെ അസ്റ്റേബിൾ മൾട്ടി ഓപ്പറേറ്ററോ പോലെയുള്ള കുഞ്ഞ് സർക്യൂട്ട്സ് നമുക്ക് ഈ പ്ലെയിൻ PCBയിൽ കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ PCB എന്താണെന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്ക് കിട്ടും. എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മൾ ഈ കൂട്ടിച്ചേർക്കുന്ന, നമ്മൾ ഈ തമ്മിൽ സോൾഡർ ചെയ്യുന്ന പോർഷൻസിനെയാണ് നമ്മൾ പിന്നീട് ഒരു പ്രിന്റഡ് ഫോമിലേക്ക് മാറ്റുന്നത്. അപ്പൊ നമ്മൾ ആൾറെഡി ഇങ്ങനെ ചെയ്യുന്ന ഈ സൈഡാണ് നമ്മൾ പിന്നീട് ഒരു പ്രിന്റഡ് ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ PCBയിൽ ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞ് സർക്യൂട്ട് നമ്മൾ ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് PCBയെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ ഇമേജ്. പിന്നെ അതുപോലെ തന്നെ ഡ്രില്ലിംഗ് ഹോൾസിന്റെ കാര്യത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസിന്റെ ലീഡിന്റെ ഡയമീറ്റർ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ഇപ്പൊ ഡയമീറ്റർ കൂടുതൽ വരുന്ന കമ്പോണന്റ് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ സോൾഡറിങ് പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്ന പോർഷനെ പറയുന്ന പേരാണ് സോൾഡറിങ് പാഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സോൾഡറിങ് പാഡ് നമ്മൾ ഡയമീറ്റർ കൂടിയ ലീഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടത്തെയും ഡയമീറ്റർ നമ്മൾ കൂടുതൽ കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഈ എർത്ത് നമ്മുടെ ഗ്രൗണ്ട് ലേഔട്ട് എല്ലാം തന്നെ വീതി കൂടിയ രീതിയിലാണ് നമ്മൾ അതിന്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. അപ്പൊ ആ റൂൾസ് ഒക്കെ അടുത്ത സനൽ സാർ പറയും. ഇതാണ് എച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഫോം. നേരത്തെ ഈ കണ്ട കോപ്പർ ക്ലാഡ് ഷീറ്റിന്റെ പുറത്താണ് നമ്മൾ ഈ പറഞ്ഞ ഇമേജ് നമ്മൾ ഇതിന്റെ പുറത്ത് കോപ്പി ചെയ്തത്. ആ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ മാസ്ക് ചെയ്തു, ഇൻസുലേറ്റർ കൊണ്ട് മാസ്ക് ചെയ്തു. മാസ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ നമ്മൾ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷനിൽ നമ്മൾ ഇട്ടതിന് ശേഷമുള്ള നമ്മൾ എച്ചിങ് പ്രോസസ്സ് നടത്തിയതിന് ശേഷമുള്ള ഷേപ്പാണിത്. ഇത് നോക്കുമ്പോൾ അറിയാം ഈ ഇടയ്ക്കുള്ള പോർഷനിൽ കാണുന്ന കോപ്പർ ഫോയിൽ എല്ലാം തന്നെ ഡയലേറ്റ് ആയി പോയി. ബാക്കി ഇവിടെ ഉള്ള ഈ നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത് വെച്ച പോർഷനിലുള്ള കോപ്പർ എല്ലാം അവിടെ അവശേഷിക്കുന്നുണ്ട്, അവിടെ വിസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ PCBയുടെ സോൾഡറിങ് ലേഔട്ട്. നമ്മൾ സോൾഡർ ചെയ്യുന്ന പോർഷൻ ഇതാണ്. ഇതിന്റെ മറുവശമാണ് നമ്മൾ ഇതിന്റെ കമ്പോണൻസ് ലേഔട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് എച്ചിങ്ങിന് ശേഷം നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഇത് സോൾഡർ നമ്മൾ എച്ച് ചെയ്ത ഉടൻ കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ ഇതിനെ മാസ്ക് ചെയ്ത് കഴിഞ്ഞുണ്ടോ, നമ്മൾ ഒരു ഗ്രീൻ ഷെയ്ഡ് കൊണ്ട് നമ്മൾ ഇതിനെ മാസ്ക് ചെയ്ത് കഴിഞ്ഞു. മാസ്ക് ചെയ്തപ്പം ഒന്നെന്ന് പറയുന്നത് നമുക്ക് ആ PCBയുടെ അതിന്റെ ഭംഗി കുറച്ചുകൂടെ ഒന്ന് കൂടിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ആ സോൾഡർ ചെയ്യേണ്ട പോർഷൻസ് എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മാസ്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ കോപ്പറാണ്. ഈ കോപ്പർ പിന്നീട് ഈ ഓക്സിജനുമായിട്ട് ചേർന്ന് ഇത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ക്ലാവ് പിടിച്ചൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്, അങ്ങനത്തെ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ പുറത്ത് മാസ്ക് ചെയ്യുന്നത്. അപ്പൊ അടുത്ത പ്രോസസ്സാണ് ഈ മാസ്കിങ്, സോൾഡർ മാസ്ക്. പിന്നെ നമ്മൾ അതിന്റെ പുറത്ത് സോൾഡറിങ് നമ്മൾ കോട്ട് ചെയ്യുന്നു. സോൾഡറിങ് കോട്ട് ചെയ്യാതിരിക്കാം, കാരണം നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ചെയ്താലും മതി. എന്നാലും ഇപ്പൊ ചില കമ്പനിക്കാര് നമുക്ക് ആ പാഡിന്റെ പുറത്ത് ഒരു സോൾഡറിന്റെ ലെയറും കൂടെ ചേർന്ന് വരുന്നുണ്ട്. അതാണ് അപ്ലൈ സോൾഡർ ടു പാഡ്സ്. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ PCBയുടെ ആ ഒരു പൂർണ്ണ രൂപം ആയിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യുന്നത് സിൽക്ക് സ്ക്രീൻ. അതിന്റെ ഒരു വശത്ത് നമ്മൾ അതിന്റെ ആ കൊടുത്തതുപോലെ തന്നെ നമ്മൾ മറുവശവും നമ്മൾ ലേബൽ ചെയ്യാം. കമ്പോണൻസ് നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ PCBയുടെ പോസിറ്റീവ് ഇമേജ് നമുക്ക് ഇപ്പുറത്ത് കാണാനും പറ്റും. ആ രീതിയിൽ തന്നെ സിൽക്ക് സ്ക്രീൻ മെത്തേഡിലൂടെ അതിനെ നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് PCBയുടെ ഏകദേശമുള്ള ഒരു കൺസ്ട്രക്ഷൻ. അപ്പൊ നമ്മളിത് നമ്മൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിൽ നമ്മളത് പറയും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ PCB ഡിസൈനിന് വേണ്ടി അല്ലെങ്കിൽ PCB മാനുഫാക്ചറിങ് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഇക്വിപ്മെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത് നമ്മൾ പറയുന്നത് ഫോട്ടോ കോണ്ടാക്ട് PCB ആർട്ട് വർക്ക് ഫിലിം മേക്കർ. ഇത് വേറൊന്നുമില്ല, നമ്മൾ PCB നമ്മൾ ലേഔട്ട് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫിലിം മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണിത്. അപ്പൊ ഇതൊരു നെഗറ്റീവ് മേക്കിംഗ് പ്രിന്ററാണ്. അപ്പൊ ഇതിന്റെ നെഗറ്റീവാണ് നമുക്ക് ആവശ്യം. ആ നെഗറ്റീവാണ് നമ്മൾ നമ്മുടെ കോപ്പർ ക്ലാഡ് ഷീറ്റിന്റെ പുറത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിൽ ആദ്യത്തേതാണ് ഫിലിം ആർട്ട് വർക്ക് ഫിലിം മേക്കർ. അപ്പൊ ഇതാണ് നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന PCBയുടെ ഒരു ഫോർമാറ്റ്. നമ്മൾ വരച്ച് എടുത്തു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ കമ്പോണൻസുകളെ തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന PCBയുടെ ഒരു ഫോർമാറ്റ് ഇതാണ്. അപ്പൊ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡബിൾ സൈഡഡ് UV എക്സ്പോഷർ യൂണിറ്റ്. അപ്പൊ നമുക്ക് അറിയാലോ, നമ്മൾ ഈ PCBയുടെ ഈ രണ്ട് വശങ്ങളും നമുക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന UV ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ഡബിൾ സൈഡ് UV എക്സ്പോഷർ യൂണിറ്റ് ഉണ്ട്. ഇതാണ് അതിന്റെ ഇമേജ് ട്രാൻസ്ഫറിങ്. ഇവിടെ സാധാരണ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ എടുക്കുന്ന ഇമേജിനെ നമ്മൾ ഈ കോപ്പർ ക്ലാഡ് ഷീറ്റിന്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ അയൺ ബോക്സ് കൊണ്ടോ എന്തെങ്കിലും, സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു മാനുവൽ മെത്തേഡ്, ചൂട് പിടിപ്പിക്കുന്ന സമയത്ത് ഈ ഇതിലുള്ള പ്രിന്റ് നമ്മൾ നേരെ ഇതിലോട്ട് പതിയും. അതിനെ നമ്മൾ വീണ്ടും ഇൻസുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ എച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. സനൽ സാർ കാണിക്കും. അപ്പൊ അടുത്ത് നമ്മൾ പറയുന്നതാണ് PCB ഷെയറിംഗ് മെഷീൻ. ഇത് നമ്മൾ കട്ട് ചെയ്യാനും ഒക്കെ വേണം. PCB ആ കോപ്പർ ക്ലാഡ് ഷീറ്റിനെ കട്ട് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന
ഗ്ലാസ് എപ്പോക്സി അല്ലെങ്കിൽ ആ മൈക്ക ഷീറ്റിനെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണിത്. വളരെ ഷാർപ്പായിട്ട്, അതായത് എഡ്ജ് ഒന്നും കട്ട് ചെയ്ത് പോവാതെയും വളരെ ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. പിന്നെ ഇതുപോലെ തന്നെ എച്ചിങ് മെഷീൻ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എച്ചിങ് മെഷീൻ. അപ്പൊ നമുക്ക് ഇതൊന്നും വാങ്ങി വെച്ച് പ്രോസസ്സ് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ സാധാരണ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷനിൽ നമ്മൾ ഏതെങ്കിലും പ്ലാസ്റ്റിക് ബക്കറ്റോ അതിലെങ്കിലും നമ്മൾ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഇട്ടതിന് ശേഷം നമ്മൾ അതിനെ വെയിലത്ത് വെച്ച് ചെറിയൊരു ടെമ്പറേച്ചറിൽ നമ്മൾ ഈ PCB ഇട്ട് നമ്മൾ അതിനെ എച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് എച്ച് ചെയ്തതിന് ശേഷമുള്ള നമുക്ക് കിട്ടുന്ന പ്രോസസ്സ്. പിന്നെ നമ്മൾ പറയുന്ന ഡ്രില്ലിംഗ് മെഷീൻ. പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുമ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വളരെ ഹെവി ആയിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീൻസ് അല്ല നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ചെറിയ ഡ്രില്ലിംഗ് മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പല പോളിടെക്നിക്കുകളിലും ഡ്രില്ലിംഗ് മെഷീൻസ് ഇന്ന് അവൈലബിൾ ആണ്, പല സ്ഥലങ്ങളിൽ ചെയ്യിക്കുന്നുണ്ട്. നമ്മളെ കൈമന വുമൻസ് പോളിയിലൊക്കെ നമ്മുടെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഈ ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ PCB എന്ന് പറയുമ്പോൾ അത് വളരെ നമ്മൾ ഈ കോപ്പർ ക്ലാഡ് ഷീറ്റ് എന്ന് പറയുന്നത് പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗ്ലാസ് എപ്പോക്സി വരുന്നുണ്ട്, അപ്പൊ അതും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ എല്ലാം തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് എച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ക്യൂർ ബാക്കിംഗ്, അതായത് ക്യൂറിംഗ് മെഷീൻ, നമ്മൾ ഇതിനെ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ നമ്മൾ ഈ എച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, കാരണം നമുക്ക് അതിനെ ക്യൂർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ക്യൂർ ചെയ്ത് അവനെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ക്യൂർ ബാക്കിംഗ് ആൻഡ് ക്യൂർ മെഷീൻ. പിന്നെ അതുപോലെ ഫോട്ടോ ഡൈ ഡെവലപ്പർ, അതിന്റെ ഡൈ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനാണിത്. പിന്നെ ടിന്നിങ് മെഷീൻ, നമുക്കറിയാമല്ലോ, നമുക്ക് ഈ ലാസ്റ്റ് നമ്മൾ PCB ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ PCBയുടെ പാഡിന്റെ പുറത്ത് നമ്മൾ ടിൻ ചെയ്യാറുണ്ട്, നമ്മൾ ലെഡ് ടിൻ ചെയ്യാറുണ്ട്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ്. പിന്നെ ഫോട്ടോ റെസിസ്റ്റ് ഡിപ്പ് കോട്ടിംഗ്, പുറത്ത് കോട്ടിംഗ് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ അവസാനം നമുക്ക് കിട്ടുന്ന പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. അപ്പൊ നമുക്കിനി അടുത്ത സെക്ഷനായിട്ട് നമുക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിലേക്ക് പോവാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിൽ ഇത് ക്ലിയർ ചെയ്യാം. ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്യാം. Thank you, Sharan sir, for your informative session. Dear participants, our next section will start after a 10 minutes break. Thank you. Welcome back, everyone. Now we are moving on PCB. It's my pleasure to welcome Mr. Sanil Kumar C, Demonstrator, Department of Electronics Engineering, GPTC Nedimangal, and Mr. Nishil Aran, Tradesman, Department of Electronics Engineering, GPTC Nedimangal. Sanil sir has extensive experience in electronics assembly and training, and Nishil expertise in his PCB fabrication and component session. Let's give them a warm welcome. നമ്മുടെ FDP പ്രോഗ്രാമിൻ്റെ ആഫ്റ്റർനൂൺ സെക്ഷൻ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് തുടങ്ങുകയാണ്. ഈ PCB ഡിസൈൻ പോലുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിലും നമ്മുടെ കോവിഡ് കാലത്ത് നമ്മളെല്ലാം കുട്ടികളെ പ്രാക്ടിക്കലൊക്കെ പഠിപ്പിച്ചില്ലേ, ആ ഒരു ധൈര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്നത്തെ ഫോർനോട്ട് സെക്ഷൻ ലാലു സാറ് ഡിഫറെൻ്റ് ടൈപ്പ് സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഓരോ സോഫ്റ്റ്വെയറും സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ചെയ്തപ്പോൾ സാറ് അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്കിപ്പോൾ ചെയ്യാൻ കൊള്ളാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എന്നൊക്കെ സാർ രാവിലെ ഡിസ്കസ് ചെയ്തു. ദെൻ ആഫ്റ്റർനൂൺ ഷെറിൻ സാറ് പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന നമ്മൾ കുട്ടികളെയൊക്കെ വിട്ട് ചെയ്യിപ്പിച്ചിരുന്ന 1-2 മെത്തേഡുകളെ കുറിച്ചൊക്കെ സാറ് സൂചിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മളിപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇതെല്ലാം ഒരു അധ്യാപകർക്കാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ സംഭവങ്ങളൊക്കെ അറിയാം.
അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ ഇത് എടുത്തു കൊടുക്കാൻ പറ്റും? പല സ്ഥാപനങ്ങളിലും PCB ഒക്കെ ചെയ്യിക്കുന്നുണ്ട്. എന്നാൽ പല സ്ഥാപനങ്ങളും ഞങ്ങൾ തിരക്കുമ്പോൾ പല സ്ഥാപനങ്ങളും ചെയ്യിക്കുന്നില്ല, കുട്ടികൾ സോൾവ് ചെയ്യിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇത് ശരിക്കും ഒരു കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിന്റെ തുടക്കുന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ശരിക്കും ഒരു PCB നമ്മൾ ആക്ച്വലി ഈ പഴയ മെത്തേഡുകളും ഈ സ്കെച്ച് വെച്ച് വരയ്ക്കുക, പിന്നെ നെയിൽ പോളിഷ് മാർക്ക് ചെയ്യുക, പെർമനന്റ് മാർക്ക് വെച്ച് വരയ്ക്കുക, ഇതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോ ഇതൊക്കെ ഒരു സമയത്ത് നമ്മൾ ചെയ്തിരുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇപ്പോഴും പല സ്ഥാപനങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സിന്റെ ഒക്കെ അപര്യാപ്തതയും നമ്മുടെ പരിചയക്കുറവൊക്കെയാണ് നമ്മൾ പുതിയ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കാത്തതിനുള്ള കാരണം. എന്നാൽ നമുക്ക് മാർക്കറ്റിൽ വളരെ വില കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശരിക്കും നല്ലൊരു PCB, ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ PCB നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതൊക്കെ ഇവിടെ നമ്മുടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിൽ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പറയും. ഇപ്പൊ എന്തായിരുന്നാലും നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഓരോ ദിവസവും എന്താണ് ഉദ്ദേശിക്കുന്നത്, ആഫ്റ്റർനൂൺ സെക്ഷനിൽ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ സെക്ഷൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് PCB ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കമ്പോണൻസുകൾ ശരിക്കും പ്ലേസ് ചെയ്യാനും, ദാറ്റ് മീൻസ് മൗണ്ട് ചെയ്യാൻ. ഒരു മൗണ്ട് മീൻസ് PCBയിൽ മൗണ്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, ഡിസൈൻ പർപ്പസിന് വേണ്ടി ഒരു PCB കമ്പോണൻസുകളൊക്കെ എവിടെയെല്ലാം എങ്ങനെയുള്ള പല ഡിഫറെന്റ് ടൈപ്പ് കമ്പോണൻസുകളുണ്ട്. ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഹീറ്റ് സിങ്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റ് സിങ്ക് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. അപ്പോ കമ്പോണൻസുകൾ എവിടെയൊക്കെ പ്ലേസ് ചെയ്യും? നമ്മൾ PCB ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ കമ്പോണൻസും അതിനകത്ത് എവിടെയെല്ലാം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും, എങ്ങനെ പ്ലേസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം. കമ്പോണൻസ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഒത്തിരി ലീഡിനൊക്കെ നല്ല ലെന്ത് കാണും. അപ്പൊ അത്രയും ലെന്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ? ഉപയോഗിച്ചാൽ എന്ത് പറ്റും, ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നാളെ ആഫ്റ്റർനൂൺ സെക്ഷനിൽ നമ്മൾ ഷെറിൻ സാറ് ബെയർ PCB, അതായത് കോപ്പർ കാറ്റ് ഷീറ്റിനെ കുറിച്ച്, സിംഗിൾ ലെയറിനെ കുറിച്ച് പറഞ്ഞു, ഡബിൾ ലെയറിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ സിംഗിൾ ലെയർ, ഡബിൾ ലെയർ ഇതൊക്കെ വളരെ ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. ഡബിൾ ലെയർ പോലും നമുക്കിവിടെ കേരളത്തിൽ മേടിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ്. ലോക്കൽ പർച്ചേസ് ആയിട്ട് തന്നെ മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഡബിൾ ലെയർ PCB പോലും. പക്ഷെ പലർക്കും അത് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള PCB വെച്ചിട്ട് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട്, ദാറ്റ് മീൻസ് ഫോട്ടോ പേപ്പറിൽ പ്രിന്റ് ഒക്കെ എടുത്ത്, നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യുന്ന സാധനം ഫോട്ടോ പേപ്പറിൽ പ്രിന്റ് എടുത്ത് അതിനെ സിംഗിൾ സൈഡിലും അതുപോലെ ഡബിൾ സൈഡിലോട്ട് കൺവെർട്ട് ചെയ്ത് അതിനെ എച്ചിങ്, അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സൊക്കെയാണ് നമ്മൾ നാളത്തെ ആഫ്റ്റർനൂൺ സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഡബിൾ സൈഡ് PCB, പിന്നെ മേക്കിംഗ് ഗുഡ് സോൾഡറിങ്. എങ്ങനെ നമുക്ക് നല്ലൊരു സോൾഡറിങ് ജോയിൻസ് ഉണ്ടാക്കിയെടുക്കാം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സ് എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ശരിക്കും ഒരു സൂപ്പർവൈസർ എന്ന പോസ്റ്റിലോട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിയുമ്പോൾ ഇവർക്ക് ശരിക്കും നല്ലൊരു സോൾവ് ചെയ്യാൻ പോലും അറിയാത്തൊരവസ്ഥയാണ്. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും 2021 റിവിഷനിൽ ഈ സോൾഡറിങ് എന്ന് പറയുന്ന സംഭവം നമ്മൾ S2, അതായത് ഫസ്റ്റ് ഇയർ തന്നെ ഉൾപ്പെടുത്തിയത്. അപ്പൊ അവര് 3 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ശരിക്കും നല്ലൊരു സോൾഡറിങ് ടെക്നീഷ്യനായിട്ട് അവർക്ക് ഇറക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ 3rd ഡേ ചെയ്യുന്നത്. 4th ഡേ, തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ, നമ്മുടെ ന്യൂ ടെക്നോളജി, SMD കമ്പോണൻസ്. SMD കമ്പോണൻസ് സാധാരണ നമ്മൾ സോൾവ് ചെയ്താൽ പോരാ. ആ SMD ഡിവൈസിനെ കുറിച്ചും SMD കമ്പോണൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതിനുവേണ്ടിയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ഒക്കെ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ് തേഴ്സ്ഡേ ഉദ്ദേശിക്കുന്നത്. ഫ്രൈഡേ ലാസ്റ്റ് ഡേ, ആ ലാസ്റ്റ് ഡേ നമുക്ക് ന്യൂ ടെക്നോളജിയും നിങ്ങളുടെ ഡൗട്ടുകളും അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടൊക്കെ നമുക്ക് ഈ കോഴ്സ് നല്ല രീതിയിൽ അവസാനിപ്പിക്കണം. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ സെക്ഷൻ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങാം. ബ്രേക്ക് വല്ലതും വേണോ? 2 മിനിറ്റ്.
വേണ്ട. ശരി. അപ്പോൾ ടുഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗണ്ടിങ് ബാർ പ്ലേസിംഗ് ഓഫ് കമ്പോണൻസ്. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറിൽ PCB ഡിസൈൻ ചെയ്യുമ്പോൾ പല സമയത്തും നമുക്ക് അതിൻ്റെ ലീഡിൻ്റെ ലെന്തിനെ കുറിച്ച് അറിയേണ്ടി വരും. ഒന്ന് കമ്പോണൻസ്, എല്ലാ കമ്പോണൻസിൻ്റെയും ഫിസിക്കൽ ഡൈമെൻഷൻ നമ്മളിൽ ഉണ്ടായിരിക്കണം. കമ്പോണൻറ്റ് സൈസ്, ഇൻ കേസ് ഒരു റെസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ ലെന്ത്, അതിൻ്റെ ഡയ, അത് വയർ ബോണ്ടാണോ അതോ കാർബൺ ക്ലേ കോമ്പോസിറ്റിലാണോ, MFR ആണോ, ഫ്യൂസിബിൾ റെസിസ്റ്റർ ആണോ? കാരണം ഫ്യൂസിബിൾ റെസിസ്റ്റർ ഉപയോഗിക്കേണ്ട സ്ഥലം വേറെയാണ്. അതുപോലെ തന്നെ സാധാരണ റെസിസ്റ്റർ ഉപയോഗിക്കുന്ന സ്ഥലം PCBയുടെ ഏതെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിസൈൻ എഞ്ചിനീയർ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സോഫ്റ്റ്വെയറിലാണെങ്കിൽ തന്നെ സിമുലേറ്റ് ചെയ്തെല്ലാം നോക്കി, അല്ലെങ്കിൽ ബ്രെഡ് ബോർഡിൽ വെച്ച് CRO കൊടുത്ത് അതിൻ്റെ വേവ് ഫോമും അതിൻ്റെ ഔട്ട്പുട്ടും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ശരിക്കും ഒരു പ്രോഡക്റ്റ് ആക്കുന്നത്. ഈ പ്രോഡക്റ്റ് ആക്കുമ്പോഴാണ് ശരിക്കും നമുക്കൊരു PCB സൈഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ട് നമ്മളതിനെ ബ്രെഡ് ബോർഡ് പോലുള്ള സാധനങ്ങളിലൊക്കെ വെച്ച് നമ്മൾ നോക്കും. എന്നിട്ട് നമുക്ക് ഉദ്ദേശിച്ച ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ കമ്പോണൻസ് ഒക്കെ നമ്മൾ മാറ്റും. അപ്പോൾ ഫൈനൽ സ്റ്റേജ് ഇതിനെ നമുക്ക് എക്യുപ്മെന്റ് ആക്കണം. കർഷൻ സാർ പറഞ്ഞു കഴിക്കുന്നത് ആദ്യമൊക്കെ ചെയ്തപ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങൾ, കാരണം ഒത്തിരി വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്റർലിങ്ക് ചെയ്യുന്നു, അവ തമ്മിൽ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ PCB സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ PCB നമ്മൾ ചെയ്യുമ്പോൾ PCB വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം. നമ്മൾ ബ്രെഡ് ബോർഡ് ചെയ്യും പോലെ സർക്യൂട്ടിൽ വരച്ചു വെച്ചിരിക്കും പോലെ ആകാൻ പാടില്ല, വളരെ കോമ്പാക്റ്റ് ആണ്. ഇത് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത കമ്പോണൻസുകളൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് നോക്കണം. കാരണം പല കമ്പോണൻസുകളും ഒബ്സലേറ്റ് ആയിട്ടുണ്ടാകും. കാരണം എല്ലാം ഇവിടുത്തെ കാലഘട്ടപ്പെട്ട് നമുക്കിപ്പോൾ എക്സാമ്പിൾ എല്ലാം ഡിസൈൻ ചെയ്ത ഒരു വാൽവ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ ആ വാൽവ് വാങ്ങാൻ പോകുമ്പോൾ കിട്ടാതെ വന്നാൽ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആയില്ലേ. സോ കമ്പോണൻസുകളൊക്കെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ, ഇനി കിട്ടിയില്ലെങ്കിൽ തന്നെ RS കമ്പോണൻസ് അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് കമ്പനികളുണ്ട്, അവരെയൊക്കെ നമ്മൾ സമീപിക്കണം. അപ്പോൾ അവരെ കൈവശം നമ്മൾ ഈ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്ന സർക്യൂട്ട്സിലുള്ള എല്ലാ കമ്പോണൻസും, പ്രത്യേകിച്ച് മൈക്രോ കൺട്രോളർ ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ, നമ്മുടെ പ്രൈസിന് മാച്ച് ആവുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും മെറ്റീരിയൽ എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ മെറ്റീരിയൽ എല്ലാം മേടിച്ചു, ഒരു പ്രോട്ടോടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഞാൻ റെസിസ്റ്റർ മുതലേ തുടങ്ങാം. അപ്പോൾ ഒരു മിനിറ്റ് ക്യാമറ ഒന്ന് നോക്കിക്കോട്ടെ. ഇപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു കാർബൺ റെസിസ്റ്ററാണ്. ഇപ്പോൾ കാർബൺ റെസിസ്റ്റർ നോക്കിയാൽ അറിയാം, കുറച്ച് കളർ കോഡ്, കുറച്ച് വരകൾ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലെന്ത് ഏകദേശം 6 സെന്റിമീറ്ററോളം ലെന്ത് ഉണ്ട് ഈ ഒരു റെസിസ്റ്ററിന്. അപ്പോൾ ഈ 6 സെന്റിമീറ്റർ വെച്ച് നമ്മൾ ഒരു PCB ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 റെസിസ്റ്ററൊക്കെ ആ ഒരു PCBയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വലിപ്പം നമുക്കറിയാവുന്ന കാര്യമേ ഉള്ളൂ. സോ നമുക്കിപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ മതി, ആ റെസിസ്റ്റൻസിൻ്റെ പോർഷൻ മാത്രം മതി. അപ്പോൾ അവിടെ ഒരു റൂളുണ്ട്, ഈ റെസിസ്റ്റർ എന്തുമാത്രം കറണ്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതെല്ലാം നോക്കിയിട്ട് അതിൻ്റെ ലീഡിൻ്റെ തിക്നെസ് അതിനനുസരിച്ചാണ് ശരിക്കും ഒരു മാനുഫാക്ചർ ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ അല്ലെങ്കിൽ ഒരു വയർ ബോണ്ട് റെസിസ്റ്റർ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ഇതിനകത്ത് ലീഡിൻ്റെ എത്ര mm ആണ്, എക്സാമ്പിൾ ഒരു 2 mm ആണ് ഇതിൻ്റെ ലീഡ് തിക്നെസ് എങ്കിൽ അതിൻ്റെ ഒരു ഡബിൾ 2D, ഇതിൻ്റെ ഡയമീറ്റർ 2 mm ആണെങ്കിൽ ഒരു 4 mm എത്രയാണോ എടുത്തത് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബെൻഡ് ചെയ്യുന്നു. കാരണം മെക്കാനിക്കൽ സ്ട്രെങ്തിന് വേണ്ടിയാണ്. തീരെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ കമ്പോണന്റിന്റെ ലീഡ് കമ്പോണന്റുമായിട്ട് വേർപെട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ലീഡ് തിക്നെസ് 2 mm ആണെങ്കിൽ നമ്മളൊരു 4 mm എടുക്കണം. ലീഡ് തിക്നെസ് 1 mm ആണെങ്കിൽ 2 mm എടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ആ രീതിയിൽ നമുക്ക് അത്രയും കമ്പോണൻസ് മാത്രം മതി നമുക്ക് പ്രിന്റഡ് കമ്പോണന്റ് സൈഡിൽ. അപ്പോൾ അതിനനുസരിച്ച് ഒരു സ്പേസ് ഒക്കെ എടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ ഞാൻ വേറൊരു ഡിവൈസ് കാണിക്കാം. 470 MFന്റെ 2 കപ്പാസിറ്റർ, പ്രാക്ടിക്കൽ സൈഡാണ് ശ്രദ്ധിക്കുക. എൻ്റെ കൈവശം ഇരിക്കുന്ന 2 കപ്പാസിറ്ററും 470 MFD കപ്പാസിറ്ററാണ്. പക്ഷേ ഫസ്റ്റ് വൺ 470 MFD 63 വോൾട്ടാണ്. വോൾട്ടേജ് റേറ്റിംഗ് 63.
സെക്കൻഡ് വൺ 470 MFT 25 വോൾട്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ്, നമ്മുടെ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത് 25 വോൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പാസിറ്റർ യൂസ് ചെയ്താൽ മതി. അത് ഈ കപ്പാസിറ്ററിന്റെ ഇതിന്റെ ലീഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. ലീഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് PCB ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകാം. അതുപോലെ തന്നെ അതിനേക്കാളും ഡിസ്റ്റൻസ് കൂടുതലാണ് ഈ 63 വോൾട്ടിന്റെ കപ്പാസിറ്ററിന്റെ ലീഡുകൾ തമ്മിലുള്ള ലെങ്ത്. അപ്പോൾ ഈ ലീഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതിന്റെ ഡയ കൂടുതലാണ്, 63 വോൾട്ടിന് ഡയ കൂടുതലാണ്, 25 വോൾട്ടിന് ഡയ കുറവാണ്. അപ്പൊ അത്രയും സ്പേസ് മതി. അപ്പോൾ നമ്മൾ ഒരു കപ്പാസിറ്റർ ആണ് ഒരു സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കപ്പാസിറ്ററിന്റെ ഡയമീറ്റർ അറിയണം, കപ്പാസിറ്ററിന്റെ ടോട്ടൽ ലെങ്ത് അറിയണം, ലീഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയണം. ഇനി ഇതിന്റെ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് നമുക്കറിയണം. കാരണം ഈ കപ്പാസിറ്റർ ഇതിപ്പോൾ കുഴപ്പമില്ല, 470 MFT 63 വോൾട്ടൊക്കെ ആയതുകൊണ്ട് കുഞ്ഞു കപ്പാസിറ്റർ, ഇതൊക്കെ നമുക്ക് PCBയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. പക്ഷേ ഒരു 400 വോൾട്ടിന്റെ കപ്പാസിറ്റർ ആണെങ്കിൽ ഹെവി ആയിരിക്കും, വലിയ സൈസ് ആയിരിക്കും. ആ കപ്പാസിറ്റർ നമ്മൾ ഒരു PCBയുടെ ഒക്കെ സെന്റർ പോർഷനിൽ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ സെന്റർ പോർഷനിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഭാവിയിൽ PCB ബെൻഡായി അതിന്റെ പ്രിന്റ് എല്ലാം ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു വേറൊരു പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി അല്ല ഒരു PCB ഡിസൈൻ ചെയ്യുന്നത്. ഒരു എക്യുപ്മെന്റ് സൈഡിൽ ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ PCB ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കി നമ്മളത് മാർക്കറ്റ് ചെയ്ത് അത് 2 മാസം കഴിയുമ്പോൾ ഈ കപ്പാസിറ്ററിന്റെ വെയിറ്റ് കൊണ്ട് അതിന്റെ PCBയുടെ ട്രാക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് ആ കമ്പനിയുടെ എഫിഷ്യൻസി എല്ലാം ബാധിക്കും. സോ നമ്മൾ സൈസ്, അപ്പോൾ എല്ലാ കമ്പോണൻസിൻ്റെയും സൈസ് നമ്മൾ അറിയണം. അതുപോലെ തന്നെ കമ്പോണൻ്റ് ലീഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയണം. ദെൻ ഞാൻ വേറൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് കാണിക്കാം. അതിന് രണ്ടും കപ്പാസിറ്ററാണ്. ഇതിലൊരു കപ്പാസിറ്റർ നിങ്ങൾ ഒരുപക്ഷെ കാണാൻ സാധ്യതയില്ലാത്ത സാധനമാണ്. ഇൻഡസ്ട്രിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് കാണാമായിരിക്കും. ആദ്യം കാണുന്ന ആ കുഞ്ഞു കപ്പാസിറ്റർ. രണ്ടാമത് ഞാനൊരു ഇലക്ട്രിക് കപ്പാസിറ്റർ കാണിക്കും. രണ്ടും ഇലക്ട്രിക് ആണ്. ആദ്യത്തെ കാണുമ്പോൾ ഇലക്ട്രിക്കൽ അല്ല നമ്മൾ വിചാരിക്കും, പക്ഷെ ഇലക്ട്രിക് അല്ല. അത് 10 MFT 25 വോൾട്ടിന്റെ ഒരു കപ്പാസിറ്റർ. 10 MFT 25 വോൾട്ടിന്റെ കപ്പാസിറ്റർ. എന്നാൽ എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കപ്പാസിറ്റർ എന്ന് പറയുന്നത്, ആ റോസ് കളർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 1 MFT ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് 10 MFT, റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് 1 MFT. അപ്പോൾ 1 MFT കപ്പാസിറ്റർ സൈസ് കൂടുതൽ. കാരണം റൈറ്റ് സൈഡിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ, ലെഫ്റ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നത് ഏവിയോണിക്സ് പർപ്പസിൽ സാറ്റലൈറ്റിലേക്ക് ഉപയോഗിക്കുന്ന നമുക്കറിയാമായിരിക്കും ടെൻഡാലം കപ്പാസിറ്റർ. അപ്പോൾ പറയുന്നത് ടൈപ്പ് ഓഫ്, നമ്മളൊരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് കപ്പാസിറ്ററാണ്, ഏത് ടൈപ്പ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഏത് ടൈപ്പ് കമ്പോണൻസ് എന്നാണ് നമ്മൾ അറിയണം. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോലും നമ്മൾ കോമ്പാക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ, ഹൈ പ്രിസിഷൻ എക്യുപ്മെന്റ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറിൽ ചെയ്താൽ തന്നെയും അപ്പോൾ ഇങ്ങനെയുള്ള കമ്പോണൻസിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ലീഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് റേറ്റിംഗ്, വിച്ച് ടൈപ്പ് കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പാണ്, അതുപോലും ഒരു ഡിസൈനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വേറൊരു കപ്പാസിറ്റർ കാണിക്കാം. 2 കപ്പാസിറ്ററുകൾ. ഒന്ന് ഇത് കണ്ടോ, ഇത് ആക്സിയൽ കപ്പാസിറ്റർ. ആക്സിയൽ ഇച്ചിരി പ്രൈസ് കൂടുതലാണ്. ഇത് വന്നിട്ട് റേഡിയൽ കപ്പാസിറ്റർ, പ്രൈസ് കുറവാണ്. ഇത് ആക്സിയൽ കപ്പാസിറ്റർ. അപ്പോൾ ഇത്രയും പ്രൈസ് കൂടിയ കപ്പാസിറ്റർ നമ്മൾ ചില സർക്യൂട്ട്സിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടും, അതായത് വളരെ കോമ്പാക്റ്റ് ആക്കണം. നമുക്കൊരു എക്യുപ്മെന്റിനകത്ത് PCB ലെയറുകളായിട്ട് PCB അടുക്കി വയ്ക്കേണ്ടതായിട്ട് വരും. കാരണം വിഡ്ത്തും ഹൈറ്റും ലെന്തും ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. വളരെ കുഞ്ഞൊരു ബോക്സിനകത്തായിരിക്കണം ഈ PCB എല്ലാം വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത്തരം ഉയരമുള്ള കപ്പാസിറ്ററുകൾ, റേഡിയൽ കപ്പാസിറ്ററുകൾ അവിടെ ഉപയോഗിച്ച് ഇതുപോലെ സോൾവ് ചെയ്ത് വെച്ചാൽ ഇത്രയും ഹൈറ്റ്, അത്രയും സ്പേസ് തന്നെ ശരിക്കും നഷ്ടപ്പെടും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെയുള്ള റേഡിയൽ കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യും. ഇതൊരു റേഡിയൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, ഇലക്ട്രോണിന്റെ മേക്കിലുള്ള 10 MFT 40 വോൾട്ടിന്റെ ഒരു കപ്പാസിറ്ററാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കപ്പാസിറ്റർ മാർക്കറ്റിൽ കിട്ടും. നമുക്കിപ്പോൾ അത്ര കോമ്പാക്റ്റ് ആയിട്ട് ചെയ്യണം, അത്ര എന്താ പറയുന്നത് ചെറിയ ടൈപ്പിലൊരു എക്യുപ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരം കപ്പാസിറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ കപ്പാസിറ്ററിന്റെ ലെന്ത് എങ്ങനെയാവും? റേഡിയൽ പോലെ അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അതാ പറയുന്നത്
ഒരു PCB ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ലീഡുകൾ തമ്മിലുള്ള തിക്നെസ്, ഡിസ്റ്റൻസ് നമ്മൾ അറിയണം. ദെൻ ഒരു ട്രാൻസ്ഫോമർ, നമ്മുടെ സർക്യൂട്ടിനകത്ത് ഒരു റെക്ടിഫയർ, ഒരു പവർ സപ്ലൈ നമ്മൾ ചെയ്യുന്നു, അതിനകത്തൊരു ട്രാൻസ്ഫോമർ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് അത് ഇതുപോലെ തന്നെ PCBയിൽ എവിടെ മൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു 1 amps വരെ വേണമെങ്കിൽ നമുക്ക് PCBയുടെ ഒരു കോർണറിൽ നമുക്ക് മൗണ്ട് ചെയ്യാം. കാരണം കോർണർ സൈഡിൽ ഒരു ഫിക്സിങ് സ്ക്രൂ ഒക്കെ ഫിറ്റ് ചെയ്ത്, അത്യാവശ്യം വേണമെങ്കിൽ ഒരു സ്ക്രൂഡ് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്ത് PCBയിൽ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ആ ഒരു എക്യുപ്മെന്റ്സിൽ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. 2 amps 3 amps ആണെങ്കിൽ ഒരിക്കലും ഒരു PCയുടെ മേളിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത്തരം കമ്പോണൻസിന് നമ്മൾ PCBയുടെ പുറത്ത്, അതായത് മെറ്റൽ കേസിലോ PVC കേസിൽ വെച്ച് നമ്മൾ ഉറപ്പിക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ആ ടെർമിനൽസ്, സെക്കൻഡറി ആണെങ്കിൽ 606 ആണെങ്കിൽ അതിൻ്റെ ടെർമിനൽ, അത് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം 3 പാഡ്സുകൾ, 3 ഡോട്ട്സുകൾ നമ്മൾ എവിടെ ചെയ്താൽ മതി, നമ്മൾ PCBയിൽ കൊടുത്താൽ മതി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഫിസിക്കൽ സൈസ് കൂടിയ കമ്പോണൻസുകൾ PCBയിൽ ഒരിക്കലും മൗണ്ട് ചെയ്യരുത്. ഇനി ഞാനൊരു ട്രാൻസിസ്റ്റർ കാണിക്കാം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ട്രാൻസിസ്റ്ററാണിത്, 2N3055 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ. അപ്പോൾ ഈ 3055 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഒരു പവർ ട്രാൻസിസ്റ്ററാണ്. ഒത്തിരി ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്ന, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ PCBയിൽ തന്നെ മൗണ്ട് ചെയ്താൽ എന്ത് പറ്റും? ഈ ട്രാൻസിസ്റ്റർ ഒരു PCBയിൽ നമ്മൾ ഇങ്ങനെ മൗണ്ട് ചെയ്താൽ, ഇതുപോലെ മൗണ്ട് ചെയ്ത് വെച്ചാൽ എന്ത് പറ്റും? ഈ PCBയിൽ മൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടാകുന്ന ഹീറ്റ് തൊട്ടടുത്തിരിക്കുന്ന കമ്പോണൻസിനെയും ഇനി എത്ര ഗ്രേഡുള്ള PCB ആയാൽ പോലും ആ PCBയെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെയൊക്കെ നമ്മുടെ സർക്യൂട്ടിനകത്ത് ഒരു ആംപ്ലിഫയർ ചെയ്യുകയാണ്. ആംപ്ലിഫയർ ഇത്തരം പവർ ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഈ പവർ ട്രാൻസിസ്റ്ററിനെ നമ്മൾ അതിൻ്റെ മെറ്റൽ കേസിൽ എവിടെയെങ്കിലും ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്ത് ഉറപ്പിക്കുകയും അതിൻ്റെ ടെർമിനലിൽ നിന്നുള്ള വയറുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി PCBയിൽ തന്നെ കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ PCB ഡിസൈൻ, നാളെ നിങ്ങൾക്ക് സുരേഷ് സാർ PCB ഡിസൈനിൻ്റെ ക്ലാസ്സുകൾ എടുക്കും ഫോർമൽ സെക്ഷനിൽ. ആ സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെയധികം നിങ്ങൾക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് ഇങ്ങനെ എടുത്തത്. ദെൻ റെഗുലേറ്റർ IC പ്രൊവൈഡ് ചെയ്യണം. ഇത് എക്സാമ്പിൾ ഇതിൻ്റെ ഒരു PCB അല്ല, ഞാൻ വേറൊരു പവർ സപ്ലൈയുടെ PCB ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു PCB നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അതിൽ നമുക്ക് റെഗുലേറ്റർ ICകൾ ഉറപ്പിക്കണം. അപ്പോൾ റെഗുലേറ്റർ ICകൾ ഉറപ്പിക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ എവിടെയെങ്കിലുമൊക്കെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൈഡിൽ ഈ ബോഡി പോലും റെഗുലേറ്റർ IC പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ ഈ 2 സൈഡിലും റെഗുലേറ്റർ IC പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ഹീറ്റ് സിങ്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹീറ്റ് സിങ്ക് വേണ്ടുന്ന കമ്പോണൻസിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ച് ഹീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പോണൻസുകൾ ഉറപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സർക്യൂട്ട്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അത് ഏതെങ്കിലും സൈഡിലോ ഇതുപോലുള്ള സൈഡുകളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി മറ്റൊരു പോയിന്റ്സിന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു PCBയിൽ ഇൻപുട്ട് സൈഡുണ്ട്, ഔട്ട്പുട്ട് സൈഡുണ്ട്. ഇപ്പോൾ ഇൻപുട്ട് സപ്പോസ് ഒരു ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ ഇൻപുട്ടിൽ നമ്മളൊരു സിഗ്നൽ കൊടുക്കും, ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വന്ന് ഇതുപോലെ ഈ PCBയിൽ തന്നെ ഇവിടെ ഒരു ഇൻപുട്ടും കൊടുത്ത് ഇവിടെ ഒരു ഔട്ട്പുട്ടും കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഇൻപുട്ടും ഇവിടെ ഒരു ഔട്ട്പുട്ടും നമ്മൾ കൊടുത്ത് PCB നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കൊരു സർവീസിങ് സൈഡിൽ വരുമ്പോൾ അത് ഒരു എക്യുപ്മെന്റ്സ് അല്ലേ, എക്യുപ്മെന്റ്സ് ആകുമ്പോൾ നമ്മൾ ആഫ്റ്റർ സർവീസിങ് കൂടെ കണ്ടുവേണം നമ്മൾ ചെയ്യാൻ. അതേ സമയത്ത് ഇവിടെ നോക്കുക, ഞാൻ മറ്റൊരു PCB കാണിക്കാം. ഓൾറെഡി സ്റ്റാൻഡേർഡായിട്ട് ചെയ്തൊരു PCB ആണ്. ഈ PCBയിൽ ഒരു 2 കണക്ടർ ഉറപ്പിച്ചിട്ടുണ്ട്, 4 ഔട്ടുണ്ട്. അതായത് 4 ഔട്ടിൽ 2 ഇന്നും 2 ഔട്ടും ഉണ്ട് ഇതിനകത്ത്. ഇത് കൊടുത്തിരിക്കുന്നത് രണ്ടും ഈ PCBയുടെ ഒരു സൈഡിലാണ് പ്രൊവൈഡ് ചെയ്തത്. ഇത് നമുക്ക് ഓട്ടോ റൂട്ട് ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. ഇതിനകത്ത് ഒന്നുകിൽ അത് PCBയുടെ ഒരു സൈഡിൽ വരും, അടുത്ത കണക്ടർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് PCB മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇളക്കി സർവീസിങ് സൈഡിൽ സർവീസ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഇതിനെ ഇളക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ വയർ അങ്ങോട്ടും, കാരണം മറ്റൊരു ബോർഡിൽ നിന്നായിരിക്കും ഈ വയേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാനോ പിന്നെ ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ കമ്പോണൻസിനെ റിമൂവ് ചെയ്ത് ഡീസോൾവ് ചെയ്ത് ഫാൾട്ട് കണ്ടുപിടിച്ച് മറ്റൊന്ന് സോൾവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതേ സമയത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരു സൈഡിൽ തന്നെ
ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരു സൈഡിൽ തന്നെ വരാൻ ശ്രദ്ധിച്ചാൽ നമുക്കതിനെ ഇതുപോലെ തന്നെ എടുത്ത് മടക്കി വെച്ചിട്ട് നമുക്കിവിടെ എല്ലാം സർക്യൂട്ടിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും നോക്കാനും നമുക്ക് സോൾവ് ചെയ്യാനും ഏതെങ്കിലും കമ്പോണൻസ് കംപ്ലൈൻ്റ് ആണെങ്കിൽ കമ്പോണൻസ് റീപ്ലേസ് ചെയ്യാനും എല്ലാം ഈസി ആയിരിക്കും. ഇതിനകത്ത് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു റിലേ ആണ് ഉറപ്പ് ചെയ്യുന്നത്. ഈ റിലേ ശരിക്കും സർക്യൂട്ട് ഡയഗ്രാം വരച്ചപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അതിൻ്റെ പൊസിഷൻ വരേണ്ടത്. പക്ഷേ ഈ PCBയിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത് സൈഡിലാണ്, കാരണം ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഹോൾഡ് ഇട്ടുണ്ട്, ഇവിടെ എല്ലാം ഹോൾട്ട് ഉണ്ട്. കാരണം ആ നട്ട് ബോൾട്ടിൽ ഈ റിലേ എന്ന് പറയുന്ന സാധനത്തിൻ്റെ മെക്കാനിക്കൽ ഫോഴ്സ് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതൊരു കുഞ്ഞു PCB ആണ്, ഇതേ സമയത്തോളം എവിടെ വെച്ചാലും മതി. പക്ഷെ ഒരു വലിയ PCB ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ, എപ്പോഴും ഇങ്ങനെയുള്ള റിലേ ഒരു സൈഡിലായിരിക്കണം. ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ ഒരു സൈഡിലായാൽ നല്ലത്. ഹീറ്റ് സിങ്ക് വേണ്ടുന്ന കമ്പോണൻസുകളെല്ലാം ഒരു സൈഡിലോട്ട് പ്രൊവൈഡ് ചെയ്യണം. ആ രീതിയിൽ വേണം നിങ്ങൾ നാളെ PCB ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈൻ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അറിയാമല്ലോ, PCB നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒന്ന് കൊമേഴ്സ്യൽ പർപ്പസിന് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഹൈ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഏവിയേഷൻ പർപ്പസിന് സാറ്റലൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാറ്റലൈറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള ആ ടൈപ്പിലുള്ള PCB നമ്മൾ ഉപയോഗിക്കണം. ഇത് ഒരു ഗ്ലാസ് എപ്പോക്സി, സാർ നേരത്തെ എടുത്തതായിരുന്നു ഗ്ലാസ് എപ്പോക്സി. നാളെ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ബെയർ PCB എല്ലാം കാണിച്ചു തരും. അതനുസരിച്ചിട്ട് PCB ഉണ്ടാക്കാനും നിങ്ങൾ പഠിപ്പിക്കും. മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മെയിനായിട്ട് രണ്ട് ടെക്നോളജിയിലാണ് നമ്മൾ കമ്പോണൻസ് നമ്മൾ PCBയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ത്രൂ TH, അതായത് ത്രൂ ഹോൾ ടെക്നോളജി, THT. മറ്റത് SMT, സർഫസ് മൗണ്ട് ടെക്നോളജി. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡിയൊക്കെ ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് SMT ടെക്നോളജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള SMT ഡിവൈസിനെ കുറിച്ചും നിങ്ങൾക്ക് 4th ഡേ നിങ്ങൾക്ക് എടുക്കും. ആ സോൾഡിങ് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു തരും. ഞാൻ 2 ടൈപ്പ് പോർട്ടുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മൾ സാധാരണയൊക്കെ ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പോർട്ടാണിത്. ഇത് ഡുവൽ കൺട്രോളാണ്. ഇതിനകത്ത് അറ്റ് എ ടൈമിൽ പോർട്ട് വേരി ചെയ്യുമ്പോൾ ഇത് 2 കൺട്രോൾസ്, 2 റീസൺസാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ചില സർക്യൂട്ട്സിൽ നമുക്ക് ഇതുപോലുള്ള പോർട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം പോർട്ടുകൾ PCBയുടെ എല്ലാം ഒരു സൈഡിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല, ഇത് അതിൻ്റെ ഓണേഴ്സിന് ഉപയോഗിക്കാൻ പാകത്തിനാണെന്നെങ്കിൽ ഇവിടെ അതിൻ്റെ സ്ലോട്ടുകൾ ഇട്ടതിന് ശേഷം, അതിൻ്റെ പാഡ്സുകൾ ഇട്ടതിന് ശേഷം, അതിൻ്റെ ഹോൾസുകൾ ഇട്ടതിന് ശേഷം വയർ പുറത്ത് സോൾഡ് ചെയ്തിട്ട് ഇത് നമുക്ക് പുറമേ ഉള്ള എക്യുപ്മെൻറ്റ്സിൽ നമുക്കിത് ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഏതാണോ എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതെല്ലാം ഓർത്തിട്ട് വേണം നമ്മൾ, അതായത് ഈ കമ്പോണൻറ്റ് നമ്മൾ PCBയിൽ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ PCBയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ അതിനുവേണ്ടി നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതല്ല നിങ്ങളിത് പുറമെ, മീൻസ് ക്യാബിനറ്റിലാണ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോബ് ക്യാബിനറ്റ് ഫിക്സ് ചെയ്യുക. അവിടെ നിന്ന് വയേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടി അതും സൈഡിൽ തന്നെ നമുക്ക് പാഡുകൾ കണക്ട് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഒരു PCB നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, PCB മൗണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഷെറിൻ സാർ ഒരു കാര്യം പറഞ്ഞായിരുന്നു, മുൻപ് നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ PCB ചെയ്യിപ്പിക്കും. ഇപ്പം തന്നെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, then ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ, 555 വെച്ചുള്ള IC വെച്ചിട്ടുള്ള ഒരു റെക്ടിഫയർ, ഇങ്ങനെയുള്ള സംഭവങ്ങളെ കണക്കാക്കി 555 വെച്ചിട്ടുള്ള ഒരു ടൈമർ സർക്യൂട്ട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ വിട്ട് തന്നെ ഒരു PCBയിൽ ചെയ്താൽ കൊള്ളാമായിരിക്കും. നിങ്ങൾ ചെയ്യുന്നതാണ്, ഞങ്ങളിവിടെ ചെയ്യിക്കാറുണ്ട്. നിങ്ങളങ്ങനെ നിങ്ങളുടെ കുട്ടികളെ അങ്ങനെ ചെയ്യിപ്പിക്കുക. അതിനുള്ള ഒരു മെത്തേഡ് ഷെൻ സാർ പറഞ്ഞു, ഒരു പ്രാകൃതമായ ഒരു മെത്തേഡ് ഷെൻ സാർ നിങ്ങളടുത്ത് പറഞ്ഞു. കാരണം ഒരു തെർമോകോൾ എടുത്തിട്ട് അതിന്മേൽ ഒരു കനം കുറഞ്ഞ ഒരു തെർമോകോൾ എടുത്തിട്ട് അതിൻ്റെ മേളിൽ ഈ സർക്യൂട്ടിനനുസരിച്ച് കമ്പോണൻസിനെയൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ എല്ലാ ലീഡുകളെല്ലാം തെർമോകോളിൻ്റെ മറു സൈഡിൽ വരും. എന്നിട്ട് സർക്യൂട്ട്സ് നോക്കിയിട്ട് ആ ലീഡുകൾ തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ഓൾഡ് ടൈപ്പിൽ വയറുകൾ വെച്ച് സോൾവ് ചെയ്തിരുന്നുവെങ്കിൽ അതിനെ ഒരു സ്കെച്ച് പെൻ എന്തെങ്കിലും വെച്ചിട്ട് തെർമോകോളിൻ്റെ മറു സൈഡിൽ വരയ്ക്കും. വരച്ചതിന് ശേഷം അതിനെ ഏതെങ്കിലും മെത്തേഡിൽ ഒരു ബെയർ PCBയിലോട്ട് കൺവേർട്ട് ചെയ്യും.
പിന്നെ എച്ച് ചെയ്യും, പിന്നെ ഡ്രില്ല് ചെയ്യും. അങ്ങനെ പിള്ളേരെ വിട്ട് സംഭവം ചെയ്യും. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡുണ്ട്. ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കുട്ടികളിട്ട് ചെയ്യിക്കാനുള്ളൊരു നെക്സ്റ്റ് ശ്രദ്ധിക്കും. ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ എല്ലാ സ്റ്റുഡൻസിനും ഓരോ ബെയർ PCB കൊടുത്ത് നമുക്ക് ചെയ്യിക്കാവുന്ന ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണിത്. ഇപ്പം സർക്യൂട്ട് ഡയഗ്രാം എയിൽ കാണിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട്സ് ആണ്. ഒരു 4 ഡയോഡ്സ് വരുന്നുണ്ട്. 11401 വരുന്നുണ്ട്. ദെൻ ഒരു ലോഡ് റേസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലും ഇതുപോലെ തന്നെ ഒരു ഇന്നുണ്ട്, ഒരു ഔട്ട് ഉണ്ട്, സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി തൊട്ട് താഴെ ബിയും സിയും ഒരു ഗ്രാഫ് ഷീറ്റാണ്. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ഷീറ്റാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് തെർമോകോൾ പേപ്പറിലൊക്കെ നമുക്ക് വയ്ക്കുന്നതിന് പകരം ഈ കാണുന്ന ഇതുപോലെ ഒരു ഗ്രാഫ് ഷീറ്റ് കുട്ടികൾക്ക് കൊടുക്കുക. ഗ്രാഫ് ഷീറ്റ് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഉണ്ടോ D1, D2, D3, D4 എന്ന് പറഞ്ഞിട്ട് ഡയോഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ? ഇത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഒന്ന് ശ്രദ്ധിക്കുക. PCB ഡിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 10 11 ഒരു PCB ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു 10ഓളം റെസിസ്റ്റർ വരും, ചിലപ്പോൾ ഒത്തിരി കപ്പാസിറ്ററുകൾ വരും, സെമി കണ്ടക്ടേഴ്സ് വരും. അപ്പൊ ഇതെല്ലാം ആ PCBയിൽ അങ്ങോളം ഇങ്ങോളം ഇറഗുലറായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതിന് പകരം ഈ റെസിസ്റ്ററുകളെല്ലാം ഒരു പ്രത്യേക ഈ ഫിഗർ നോക്കിയാൽ അറിയാം, അതിനകത്തൊരു 4 ഡയോഡും പ്ലേസ് ചെയ്തിരിക്കുന്നത്. സർക്യൂട്ട് ഡയഗ്രത്തിൽ 4 സ്ഥലത്താണ് കിടക്കുന്നത്. അതേ സമയത്ത് അതൊരു PCB ഡിസൈനിലോട്ട് വന്നപ്പോൾ, ഒരു PCB ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ 4 ഡയോഡും കണ്ടു കഴിഞ്ഞാൽ പാരലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ തന്നെ കാഥോഡുകളെല്ലാം ഒരു സൈഡിൽ വരുന്നുണ്ട്, ആനോഡുകളെല്ലാം ഒരു സൈഡിൽ വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെസിസ്റ്ററുകൾ പല ഡയറക്ഷനിൽ നിൽക്കാതെ ഒന്നുകിൽ സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ പാരലായിട്ടോ, ഒരു സർക്യൂട്ടിൽ ഒരു PCB കാണുമ്പോൾ പാരൽ പോലെ തോന്നും, പക്ഷെ നമ്മൾ ഇന്റേണലി ഡിഫറെൻ്റ് ആയിരിക്കും. പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ഒരു ഭംഗിയാവും. അതിലേറെ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടോളറൻസ് ബാൻഡുകളെല്ലാം നമുക്ക് ഒരു സൈഡിലായിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റും. അതുപോലെ കപ്പാസിറ്റർ എല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെയാണ്. കപ്പാസിറ്റർ ഒരു 10ഓളം കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഈ 10 കപ്പാസിറ്ററിന്റെയും കഴിവതും ഈ പോസിറ്റീവ് സൈഡ്, ഇലക്ട്രിക് കപ്പാസിറ്റർ ആണെങ്കിൽ അതിന്റെ പോസിറ്റീവ് സൈഡുകളെല്ലാം ഒരു സൈഡിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കി തന്നെ PCBയിൽ നോക്കി തന്നെ റെസിസ്റ്ററിന്റെ വാല്യൂ അതുപോലെ കപ്പാസിറ്ററിന്റെ വാല്യൂ എല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പല ഡയറക്ഷനിൽ പോയിട്ട് പല ഡയറക്ഷനിലോട്ട് തിരിച്ച് PCB അതിന്റെ എക്യുപ്മെന്റ്സിന്റെ സ്ക്രൂ എല്ലാം ഡിറ്റാച്ച് ചെയ്ത് നമുക്ക് പല ഡയറക്ഷനിൽ നോക്കേണ്ടി വരും. പക്ഷെ നമ്മൾ നല്ലൊരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു PCB ഡിസൈൻ ചെയ്യുന്നത് ഇതെല്ലാം കമ്പോണൻസുകളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യും. ഡയോഡെല്ലാം ഒരുമിച്ചിരിക്കും, ഒരു പാരലായിട്ടിരിക്കും, റെസിസ്റ്റർ എല്ലാം പാരലായിട്ടിരിക്കും, ദെൻ ട്രാൻസിസ്റ്ററുകളെല്ലാം അടുത്തടുത്തിരിക്കും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഗുലേറ്റർ ഐസി മാതിരിയുള്ള സാധനങ്ങളെല്ലാം ഒരു സൈഡിൽ ഒരു സ്ഥലത്തിരിക്കും. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ, നാളെ നിങ്ങൾ ഡിസൈൻ പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾ കുട്ടികളെ ഡിസൈൻ ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഈ കമ്പോണൻസിലായിട്ട് നോക്കുക. ഗ്രാഫ് ബി ഒറ്റ ഗ്രാഫാണ്, ഞാൻ അതിനെ ബിയും സി ആയിട്ട് മാറ്റിയിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയാണ്. ബി ഗ്രാഫിൽ ആക്ച്വലി ഒരു ഫിസിക്കൽ ഒരു ഡയോഡ് സ്റ്റുഡൻസിന് ലാബിൽ കൊടുത്ത ഡയോഡ് എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ ഡയോഡിനെ അവർ ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ച് ആ ഡയോഡിന്റെ ആ മെറ്റീരിയൽ പാർട്ടിന്റെ ലെന്ത് വിഡ്ത്ത് മെഷർ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ എത്രത്തോളം ലീഡിന് എത്രത്തോളം ലെന്ത് വേണം, ഇതിനകത്ത് ഇച്ചിരി ലെന്ത് കൊടുത്തിട്ടുണ്ട്, ശരിക്കും ഇത്രയും വേണ്ട. നമുക്ക് PCB കുറച്ചുകൂടെ കോമ്പാക്ട് ആക്കണമെങ്കിൽ സാധാരണ 11400 ഡയോഡിന്റെ ലെന്തിന്റെ ഡയ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 1 ആയിരിക്കാം. 1 ആണെങ്കിൽ നമുക്കൊരു 2 mm ലെന്ത് കൊടുത്താൽ മതി. ഇച്ചിരി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് ആ രീതിയിൽ ഫിഗർ, ആ ഒരു കമ്പോണന്റിന്റെ ലേ ഔട്ട് ഈ ഗ്രാഫ് ഷീറ്റ് വരയ്ക്കും. ഗ്രാഫ് ഷീറ്റ് ആകുമ്പോൾ നമ്മൾ നേരത്തെ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ MM-ഉം വിഡ്ത്തിന്റെ MM-ഉം ലെന്തിന്റെ MM എല്ലാം നമുക്ക് പക്ക കറക്റ്റായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഗ്രാഫ് ഷീറ്റ് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഗ്രാഫ് ഷീറ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്.
എന്നിട്ട് അതിനെങ്ങനെ അറേഞ്ച് ചെയ്തു. ആദ്യം എവിടെ ആ ഗ്രാഫ് ഷീറ്റിൽ തന്നെ ഈ കമ്പൗണ്ട്സുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ കാണാൻ ഭംഗിയുള്ള രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ആ കപ്പാസിറ്ററിന്റെ അവിടെ ഒരു റൗണ്ട് കാണിച്ചിരിക്കുന്നത് ആക്ച്വലി ഉള്ള കപ്പാസിറ്ററിന്റെ ഡയയാണ്, അതിന്റെ ടോപ്പ് വ്യൂ ആണ്. പിന്നെ സെൻട്രിൽ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ ലീഡുകൾ തമ്മിലുള്ള ലെന്ത് ആണ്. ആ ലീഡുകൾ തമ്മിലുള്ള ലെന്ത് പോലും ഡിസ്റ്റൻസ് പോലും ശരിക്കും mm മെഷർ ചെയ്ത് നമ്മുടെ കൈവശിരിപ്പുണ്ട്. അത് വച്ചിട്ട് ആണ് ഈ ഫിഗർ വരച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ PCB നമുക്ക് ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എക്യുപ്മെന്റ് സൈഡിലോട്ടാണ് നമ്മൾ PCB കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. സോ നമ്മൾ അതിനെ ഒരു എക്യുപ്മെന്റിൽ ഉറപ്പിച്ച് വയ്ക്കാൻ കണക്കാക്കി 4 സ്ക്രൂ കൊടുക്കുന്നതിന് വേണ്ടി 4 ഹോൾ പ്രൊവൈഡ് ചെയ്തു. അതും നമ്മൾ ഗ്രാഫ് ഷീറ്റ് തന്നെ വരച്ചു. ഓക്കെ. ദെൻ സർക്യൂട്ട് ഡയഗ്രാം എ നോക്കിയിട്ട് സ്റ്റുഡൻസിനോട് എയിലുള്ള നോക്കിയാൽ അറിയാം, ഡയോഡ് D1 D2 അല്ലേ, D1 D2 D1ന്റെ കാഥോഡും D2ന്റെ കാഥോഡും തമ്മിൽ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രാഫിൽ എന്ത് ചെയ്യുന്നു, ആ ഗ്രാഫിൽ കാണുന്ന ആ കുഞ്ഞ് ലൈനിൽ ഗ്രാഫിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ അപ്പുറത്ത് ഗ്രാഫ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 ഡയോഡിന്റെയും ആനോഡുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ സർക്യൂട്ട് ഡയഗ്രത്തിൽ നോക്കിയിട്ട് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികളെ വിട്ട് പെൻസിൽ കൊണ്ടോ പെൻ കൊണ്ടോ ഇതുപോലെ ഷോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ ഷോർട്ട് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് ആ ഫിഗർ സി ഒന്ന് നോക്കുക. ഫിഗർ സിയിൽ ഞാൻ ആ കമ്പോണൻസിനെ എല്ലാം എടുത്തങ്ങ് മാറ്റി. അതായത് ടോപ്പ് വ്യൂ കമ്പോണൻറ്റ് സൈഡിൽ കമ്പോണൻസിനെ എല്ലാം എടുത്ത് മാറ്റി. അപ്പോൾ ആ മേലത്തെ ആ ഒരു ലൈൻ വെച്ചിട്ട് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ട് അതുപോലെ വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണോ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് പ്രിന്റ് കിട്ടുന്നത് ഏകദേശം അതുപോലെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഇതുപോലെ നമ്മൾ സി വരച്ചു. ദെൻ ഈ സി പോർഷനെ നമ്മളിപ്പോൾ സി പോർഷൻ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് അതുപോലെ ഒരു PCBയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ആ സി പോർഷനെ നമ്മൾ ഒരു ട്രേസിംഗ് ഷീറ്റിലോട്ട് മാറ്റും. നെക്സ്റ്റ് ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. PCB ലേഔട്ട് എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, സി ആ മേലിൽ വരച്ചിരിക്കുന്ന സെയിം സി തന്നെയാണ്. ആ സി ഗ്രാഫ് ഷീറ്റിലായിരുന്നു. ഈ സി ഇപ്പോൾ ഇരിക്കുന്നത് ഇതൊരു ട്രേസിംഗ് ഷീറ്റിലാണ്. എല്ലാവർക്കും മനസ്സിലായി കാണും വിചാരിക്കുന്നു. D1 D2 D3 D4 അതെല്ലാം കമ്പോണൻസുകളാണ്. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ബാക്കി സർക്യൂട്ട്സുകൾ എല്ലാം ആ ഷോർട്ട് ചെയ്ത് സർക്യൂട്ട് ഡയഗ്രത്തിൽ എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് അതുപോലെ സിയിൽ വരച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ സി വരച്ചത് എവിടെയാണ് നമ്മൾ വരച്ചത്? PCBയുടെ കമ്പോണന്റ് സൈഡിലാണ് വരച്ചത്. നമുക്കത് പോരാ. ആ സംഭവത്തെ പ്രിന്റഡ് സർക്യൂട്ട് അതായത് പ്രിന്റഡ് പോർഷനിലോട്ട് മാറ്റണം. അതുകൊണ്ട് നമ്മൾ അതിന്റെ മിറർ ഇമേജ് എടുക്കും. മിറർ ഇമേജ് എടുക്കാൻ വളരെ ഈസിയാണ്. ആ CD ഒന്ന് ശ്രദ്ധിക്കുക. ആ സിയും ഡിയും ആ സൈസിൽ ട്രേസ് ഷീറ്റ് എടുത്തിട്ട് സിയിൽ ഗ്രാഫിൽ നിന്നും കൺവെർട്ട് ചെയ്യുക. ഒരു ഗ്രാഫ് പേപ്പറിന്റെ ഹെൽപ്പോട് കൂടി കൺവെർട്ട് ചെയ്യുക. ദെൻ ഇത് നേരിട്ടങ്ങ് മടക്കുക. അപ്പോൾ ഈ PCB ലേഔട്ട് മിറർ ഇമേജ് എന്ന് പറയുന്നത് ആക്ച്വലി അത് PCB സൈഡാണ്. ആർക്കും കൺഫ്യൂഷൻ വല്ലതും തോന്നുന്നുണ്ടോ? എങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ആദ്യത്തെ പോർഷൻ കാണിക്കാം. A സർക്യൂട്ട് ഡയഗ്രാം, B ആ സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് PCBയുടെ ടോപ്പിൽ കമ്പോണൻസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിസിക്കൽ സൈസും ഡയമെൻഷനും എല്ലാം വെച്ചിട്ട്. ദെൻ സിയിൽ കമ്പോണൻറ്റിനെ റിമൂവ് ചെയ്തു. പിന്നെ സിയിൽ കാണുന്ന ഷോർട്ടിങ്ങുകളെല്ലാം നമ്മുടെ സർക്യൂട്ട് A എന്ന് പറയുന്ന സർക്യൂട്ടിനകത്തുള്ളതാണ്. ദെൻ സിയിലുള്ള സെയിം സാധനത്തെ നമ്മളൊരു ഇതിൻ്റെ മേളിലൊരു ട്രേസിംഗ് ഷീറ്റ് വെച്ചിട്ട് സിയിലോട്ട് സെയിം സി തന്നെ ഒരു ട്രേസിംഗ് ഷീറ്റിലോട്ട് മാറ്റി. ആ ഷീറ്റിലുള്ള ഷോർട്ടിംഗ് സർക്യൂട്ടിന്റെ മിറർ ഇമേജ് ആണ് ഡിയിൽ കാണുന്നത്. അതാണ് മിറർ ഇമേജ്. അപ്പൊ ആ മിറർ ഇമേജ് എന്ന് പറയുന്നതാണ് ആക്ച്വലി നമ്മുടെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന്റെ നമുക്ക് ട്രാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഈ ട്രാക്ക് സൈഡാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ടി മുമ്പൊക്കെ ആർട്ട് വർക്ക് മെറ്റീരിയൽസ് മാർക്കറ്റിൽ കിട്ടുമായിരുന്നു. അതായത്
പാഡ്സ് എന്നും അതുപോലെ റിബൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് റിബൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് റിബൺസ് മീൻസ് ട്രാക്ക്. അപ്പൊ ഇങ്ങനെ റോളായിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു ഇൻസുലേഷൻ ടേപ്പ് സെല്ലോ ടേപ്പ് കിട്ടുന്നത്, അതേപോലെ ഡിഫറെന്റ് തിക്നെസ്സിൽ ഡിഫറെന്റ് വിഡ്ത്തില് ട്രാക്കുകൾ കിട്ടും. അതായത് 1 mm വിഡ്ത്തിൽ കിട്ടും, 2 mm വിഡ്ത്തിൽ കിട്ടും, അതുപോലെ തന്നെ 3 mm വിഡ്ത്ത് 4 mm വിഡ്ത്തിലൊക്കെ ഈ ട്രാക്കുകൾ കിട്ടും. അതുപോലെ തന്നെ പാഡ്സ് എന്ന് പറഞ്ഞാൽ സോൾഡർ ചെയ്യേണ്ട പോർഷൻസ്, നമ്മുടെ സ്റ്റിക്കർ മാതിരി, റൗണ്ട് സ്റ്റിക്കർ മാതിരി 1 mm 2 mm അതുപോലെ 3 mm 4 mm, ചിലപ്പോൾ ഷീൽഡ് വയറുകളൊക്കെ ഉറപ്പിക്കേണ്ടതായിട്ട് വരും. അതുപോലെ സ്ക്വയർ ടൈപ്പ്, ഇങ്ങനെ ഡിഫറെന്റ് കളറുകളിൽ ഡിഫറെന്റ് ഡയയിൽ നമുക്ക് പാഡ്സുകൾ കിട്ടും. അപ്പോൾ ഈ പാഡ്സുകൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതും നമ്മൾ കുട്ടികളെ വിട്ട് ചെയ്യിക്കാൻ പോകുന്നതും പറയാം. ആദ്യം ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന പറയാം. അപ്പൊ ഈ കാണുന്ന ആർട്ട് വർക്ക് എല്ലാവരും കണ്ടല്ലോ, ഫിഗർ ഇ. അപ്പോൾ ഇ എന്ന് പറയുന്നത് ശരിക്കും ആ ഡി എന്ന് പറയുന്ന സെയിം സർക്യൂട്ടാണ് ഇ. അപ്പൊ അത് ഒരു ആർട്ട് വർക്ക് മെറ്റീരിയൽ വെച്ച് ചെയ്താണ്. ആദ്യം നമ്മൾ ഈ കാണുന്ന ട്രാക്കുകൾ 1 mm ട്രാക്കുകൾ, ഒരു ഡയോഡിന്റെ കാഥോഡ് മറ്റൊരു ഡയോഡിന്റെ കാഥോഡ് മാറ്റി ഷോർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ നമുക്ക് എത്ര mm ആണോ ട്രാക്കിന്റെ വിഡ്ത്ത് വേണ്ടത്. ഈ ട്രാക്കിന്റെ വിഡ്ത്തിനൊക്കെ ചില സയൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓരോ എവിടെയൊക്കെ എത്ര വിഡ്ത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് ഡിസൈനിൽ ആവശ്യം വരും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ കൈവശം ഇപ്പൊ 2 mm റിബൺ ആണ് അല്ലെങ്കിൽ ട്രാക്കാണ് കൈവശം ഉള്ളതെങ്കിൽ അത് അതിന്റെ മേലിലോട്ട് വെച്ച് നൈഫ് ഉപയോഗിച്ച് 2 എൻഡും കട്ട് ചെയ്ത് ഇതിലങ്ങ് ഒട്ടിക്കും. പിന്നെ ഇതിന്റെ സോൾഡർ ചെയ്യേണ്ട പോയിന്റ്സിൽ അതിന്റെ മേലിലായിട്ട് നമ്മൾ പാഡ്സ് ഒട്ടിക്കും. പാഡ്സ് ഒട്ടിച്ചിട്ട് ഇതിന്റെ ഫിലിം എടുക്കും, ഇതിന്റെ പോസിറ്റീവ് ഫിലിം എടുക്കും. ഈ പോസിറ്റീവ് ഫിലിമിനെ എല്ലാവർക്കും അറിയാമായിരിക്കും സ്ക്രീൻ ബെൻഡിങ്. അപ്പൊ സ്ക്രീൻ ബെൻഡിങ് എന്ന് പറയുന്ന മെത്തേഡിലോട്ട് കൺവെർട്ട് ചെയ്യും. അപ്പൊ സ്ക്രീൻ ബെൻഡ് ചെയ്യുന്ന മെത്തേഡിലോട്ട് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എങ്ങനെയാണോ മുമ്പ് വിസിറ്റിംഗ് കാർഡും അതുപോലെ തന്നെ മാരേജ് കാർഡുകളൊക്കെ അടിച്ചിരുന്നത്, അതുപോലെ നമ്മുടെ ബെയർ PCBയിൽ ഞാൻ ഈ ഫിഗർ ആർട്ട് വർക്ക് ഈ കാണിച്ചിരിക്കുന്ന ഷേപ്പിൽ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. പ്രിന്റ് എടുത്തിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഫെറിക്ലോറൈഡ് സൊല്യൂഷനിലൊക്കെ യൂസ് ചെയ്തിട്ട് എച്ച് ചെയ്ത് നമുക്ക് PCB എത്ര PCB വേണമെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് ഔട്ട് ഓഫ് ടെക്നോളജി അല്ല, ഇപ്പോഴും നമുക്കൊരു 100ഓളം PCBകളെ കോസ്റ്റ് കുറച്ചുണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡാണ് ഇത്. ഈ ഫിഗറിൽ കാണുന്ന ഈ ഷേപ്പിൽ ആർട്ട് വർക്ക് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പോസിറ്റീവ് ഫിലിം എടുക്കുക. പോസിറ്റീവ് ഫിലിമിനെ സ്ക്രീൻ ബെൻഡിങ് സൈഡിലോട്ട് മാറ്റണം. എന്നിട്ട് സ്ക്രീൻ ബെൻഡ് ചെയ്ത് PCB ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്പർ ഓഫ് PCB ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് കുട്ടികളെ വിട്ട് ഇതെങ്ങനെ ചെയ്യിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ആർട്ട് വർക്ക് ഇത് അവരെ വിട്ട് വരപ്പിച്ചതിന് ശേഷം ഇതുപോലെ നെയിൽ പോളിഷ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വൈറ്റ്നർ യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും പെർമനന്റ് മാർക്കർ യൂസ് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ഈ പെർമനന്റ് മാർക്കറും വൈറ്റ്നറൊക്കെ യൂസ് ചെയ്തൊക്കെ ഇതൊക്കെ ചെയ്യുന്നതെല്ലാം നാളെ നിങ്ങൾ ലൈവായിട്ട് നാളെ നിങ്ങൾക്ക് ഇവിടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിൽ കാണിച്ചു തരും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട്, മനസ്സിലായില്ലെങ്കിൽ തന്നെയും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് നിങ്ങൾക്കിത് നെക്സ്റ്റ് നാളത്തെ ലാബ് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്ന് സഹായകമാകും. അല്ലെങ്കിൽ തന്നെ ഇത് പലർക്കും ഇപ്പൊ തന്നെ നിലവിൽ അറിയാമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ നമ്മളെ കുട്ടികളെ വിട്ട് PCB നിങ്ങൾ ചെയ്യിപ്പിക്കും. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, അത് നിങ്ങൾ നാളെ ഹാൻഡ്സ് ഓൺ ട്രെയിൻ ചെയ്യിക്കും. ഇത് ഈ ഒരു സാധനം നിങ്ങൾ ഫോട്ടോ പേപ്പറിലോട്ട് കൺവെർട്ട് ചെയ്യും. അതിനെ നിങ്ങൾ ബെയർ PCBയിലോട്ട് അയൺ ബോക്സ് ഉപയോഗിച്ച്, ഷെൻ സാർ പറഞ്ഞു കഴിഞ്ഞു, അയൺ ബോക്സ് ഉപയോഗിച്ച് ഇതിനെ അങ്ങോട്ട് കൺവെർട്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് എച്ച് ചെയ്ത് എങ്ങനെ ചെയ്താലും നമുക്ക് നല്ലൊരു PCB, ഒരു മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്ന PCB പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, കമ്പോണൻസിന്റെ സൈസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ട്രാക്കിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ആ സെഷൻ എടുക്കാം. ഡിയർ പാർട്ടിസിപ്പൻസ് ആൻഡ് ഫ്രണ്ട്സ്, നമ്മുടെ 2ാമത്തെ സെഷനാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് കണ്ടു കാണും. സാറ് പറയുന്ന രീതിയും പ്രസന്റ് ചെയ്യുന്ന വീഡിയോയും ഒക്കെ കണ്ടു കാണും.
എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുകയോ ചെയ്യണം. നമ്മുടെ ഈ FDPയുടെ ഒരു ഫൈനൽ എത്തുക. നിങ്ങൾ ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യണം. ഓരോ സെഷൻ്റെയും ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ഒരു 2 ക്വിസ് എങ്കിലും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും സിറ്റർ വഴി. അത് നിങ്ങൾ സമയത്ത് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഡ്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ മൂഡിൽ യൂസ് ചെയ്യാത്തവർ ആ ഡ്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേ അത് നിങ്ങൾ നോക്കി അത് കറക്റ്റ് ആണോ എന്ന് പറയണം. അത് സമയമായിട്ടില്ല. മൂഡിലെ സാറ് സിറ്ററിലെ ഒഫീഷ്യൽസ് അത് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പം നമുക്കിപ്പോൾ വേണ്ടത് എങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ ഈ ക്ലാസ് എടുത്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ PCB ഡിസൈൻ ഈ കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ അപ്പോൾ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുക. സനൽ സാറിനോട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഈ രീതിയിലാണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ നമുക്കതനുസരിച്ച് നാളെ നമുക്കത് കൂടുതൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാളെ ഫസ്റ്റ് സെഷൻ സുരേഷ് സാറിൻ്റെ സെഷനാണ്. അതിൽ നിങ്ങൾ മൊബൈലിൽ ലോഗിൻ ചെയ്തിട്ട് ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വെക്കണം. ഇന്ന് 2 ഫയൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നാളെ അതെങ്ങനെയാണ് അത് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളത് സുരേഷ് സാറ് ഗൈഡ് ചെയ്യും. അപ്പം തീർച്ചയായിട്ടും ഇത് പഠിക്കാൻ ആയിട്ട് സർട്ടിഫിക്കറ്റിന് മാത്രമല്ലാതെ ലോഗിൻ ചെയ്തവർ, പഠിക്കാനായിട്ട് ലോഗിൻ ചെയ്തവർ തീർച്ചയായിട്ടും സിസ്റ്റം അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് കരുതുക. സുരേഷ് സാറ് ഗൈഡ് ചെയ്യുന്ന രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക. അത് മസ്റ്റായിട്ട് വേണം. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നു. കൂട്ടുകാരെല്ലാവരും അത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ സെഷന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡൗട്ട് ഒന്നും ഇല്ല എന്നുള്ള അസംഷനിൽ നമ്മൾ മുമ്പോട്ട് പോകും. ഏത് സമയവും പറഞ്ഞു സാർ. നെറ്റ്വർക്ക്ഡ് ആയിക്കണോ സിസ്റ്റം? നെറ്റ്വർക്ക് വേണോ? വേണ്ട. നമ്മള് മറ്റേ സോഫ്റ്റ്വെയർ തരികയല്ലേ, അത് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. നെറ്റ്വർക്ക് വേണ്ട. അതിനകത്ത് ഈ തരുന്ന ഇന്ന് ഇൻസ്ട്രക്ഷൻസ് ഇടും. അപ്പൊ ഇന്ന് ഇടുന്ന ഫയല് ആ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ആ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത ഫയൽ വെച്ചാൽ മാത്രം മതി. നാളെ സുരേഷ് പറയും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം മൊബൈലിൽ ലോഗിൻ ചെയ്തിട്ട് സിസ്റ്റത്തിൽ ചെയ്ത് നോക്കുന്നതായിരിക്കും സൗകര്യം. മൊബൈലിൽ നമുക്ക് ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ്. ഇപ്പൊ സനിൽ സാറിനെ ക്ഷണിക്കുന്നു. ആയോ? അത് സുരേഷ് ഇട്ടു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, തികച്ചും നമ്മൾ ഓഫ്ലൈനിൽ ചെയ്യേണ്ട ഒരു കോഴ്സാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഓൺലൈനിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കും ഉണ്ടാകും. അതുപോലെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇവിടെയുള്ള പരിമിതി വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ സെക്കൻഡ് സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾ നാളെ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പോകുന്ന PCB ഡിസൈനിനെ കുറിച്ച് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കുറച്ചുകൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന PCBയുടെ യൂസ് ചെയ്യുന്ന കമ്പോണൻസിൻ്റെ അവൈലബിലിറ്റി അതിൻ്റെ നോക്കണം. മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കത് പ്രോഡക്റ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. ദെൻ ഇതിൻ്റെ എല്ലാ ഫിസിക്കൽ ഡയമെൻഷൻ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ദെൻ ഇത് ഓരോ കമ്പോണൻസിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഭാരമുള്ള മെറ്റീരിയൽസ് കമ്പോണൻസിനെയൊക്കെ നമ്മൾ PCBയിൽ നിന്ന് ഒഴിവാക്കി നമ്മൾ മറ്റൊരു പ്ലേസ് അതിന് വേണ്ടി കണ്ടെത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ കേസിൽ ടൈപ്പുകൾ പോലും മാറുമ്പോൾ പോലും ശരിക്കും ഒത്തിരി ഡിഫറൻസ് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ നമ്മൾ സാധാരണ PCB നമ്മൾ ഉണ്ടാക്കുന്ന, നേരത്തെ പറയുന്നത് ത്രൂ ഹോൾ ടെക്നോളജിയും പിന്നെ നമ്മളിവിടെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ പോകുന്ന SFD ടെക്നോളജി. ഈ മെയിനായിട്ട് 2 ടെക്നോളജിയിലെ സംഭവങ്ങളാണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഈ THT അതുപോലെ SFD
ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടെ. ഒന്ന്, കണ്ടക്ടർ റൂട്ടിംഗ് റൂൾസ്. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രസന്റേഷൻ ഒന്ന് നോക്കുക. കണ്ടക്ടർ റൂട്ടിംഗ് റൂൾസ്. അതിനകത്ത് സെക്കൻഡ് സെക്ഷനിൽ കാണുന്ന രീതിയിലാണ് നമ്മൾ പുറമേ നിന്നൊക്കെ നമ്മളൊരു PCB മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാക്കുകളും പാഡ്സുകളൊക്കെ ഇരിക്കുന്നത് ആ രണ്ടാമത്തെ ഇതിൽ കാണുന്ന പോലെയാണ്. അതിൻ്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കുക. അതിൻ്റെ ലെന്ത്, ട്രാക്കിൻ്റെ ഒക്കെ ലെന്ത്, 2 പാഡ്സും തമ്മിലുള്ള ലെന്ത് കൂടുതലാണ്. അപ്പോൾ ലെന്ത് നമ്മൾ കുറച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ലെന്ത് കുറച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഫിഗറിൽ എന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫിഗറിൽ അതിനകത്ത് റെക്കമെൻഡഡ് പോർഷനിൽ ആ ആംഗിളിനെ 90 ഡിഗ്രി ആക്കി ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ആംഗിൾ ലെഫ്റ്റ് സൈഡിൽ ഫിഗറിൽ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ വന്നപ്പോൾ ആ 2 പാഡ്സിൻ്റെയും സെൻറ്ററിലൂടെ അതിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ദെൻ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന പോലെ ചെയ്താലും സർക്യൂട്ട് വർക്ക് ചെയ്യും, PCB ആണ് സംഭവം എല്ലാം ആണെങ്കിലും ആ റൈറ്റ് സൈഡിലെ പോർഷൻ നോക്കുക, എല്ലാം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ ഒരു ഭംഗിയായ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന രീതിയിൽ വേണം നമ്മൾ മാനുവൽ റൂട്ടിംഗ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മാനുവലായിട്ട് ഒരു നേരത്തെ പറഞ്ഞ പാഡ്സും ട്രാക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോഴും ഇതുപോലെ റൂട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നൊന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. കുട്ടികൾക്ക് ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ്. കാരണം PCB ഒക്കെ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലെയാണ്. അടുത്ത് നോക്കാം, ഡിസൈൻ ഓഫ് റിലയബിൾ സോൾഡർ ജോയിൻസ്. അപ്പോൾ സോൾഡർ ജോയിൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പാഡ്സുകളൊക്കെ എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്, ആ പാഡ്സുകളുടെ ഡയ എത്രയായിരിക്കണം എന്നാണ്. അപ്പോൾ പാഡ്സിന്റെ ഡയ അറിയണമെങ്കിൽ ആ ട്രാക്കിന്റെ വിഡ്ത്ത് എത്രയാണെന്ന് വേണം. അപ്പോൾ ട്രാക്ക് സാധാരണ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സിഗ്നൽ ലൈനൊക്കെയാണ്. എക്സാമ്പിൾ ഒരു 2 ആംപ്ലിഫയർ ആണ്, നമ്മൾ 2 ആംപ്ലിഫയറുകൾ തമ്മിൽ കപ്പിൾ ചെയ്യണം. അപ്പോൾ ഒരു സിഗ്നൽ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ടിൽ നിന്നും കപ്പാസിറ്റർ വഴി അടുത്തതിന്റെ ബേസിലോട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറച്ച് മതി. അതായത് നമുക്കൊരു 1 mm ആയിരുന്നാലും കുഴപ്പമില്ല ആ ട്രാക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 mm. അതുപോലെ പവർ ലൈൻ നമുക്ക് VCC 10 വോൾട്ട് 12 വോൾട്ട് ഒക്കെ കൊടുക്കുന്ന ലൈനുകൾ, ആ ലൈനുകളുടെ ഒരു മിനിമം ഒരു 2 mm ഉണ്ടാവണം. ഞാൻ പറയുന്നത് മിനിമം ആണ്, കുറച്ചിലൊക്കെ മാക്സിമം ഒക്കെ എടുത്തു കഴിക്കാനും വേറെ തെറ്റൊന്നുമില്ല. അതുപോലെ ഗ്രൗണ്ട് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം ഗ്രൗണ്ട് മിനിമം ഒരു 3 mm കൊടുക്കണം ഗ്രൗണ്ട്. അതെല്ലാം ആ റെക്കമെൻഡഡ് പോർഷനിൽ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഏകദേശം എല്ലാം തിക്നെസ് ഒരുപോലെയാണ്. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ സിഗ്നൽ ലൈനുകളൊക്കെ 1 mm വേണം, മിനിമം 1 mm വേണം. അതുപോലെ തന്നെ പവർ ലൈനുകളൊക്കെ ഒരു 2 mm വേണം. അതുപോലെ ഗ്രൗണ്ട് 3 mm വേണം. അപ്പോൾ ഗ്രൗണ്ട് 3 mm വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലും വയ്ക്കേണ്ട പാഡ്സുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിൻ്റെ ഒരു 3 ടൈപ്സ് എങ്കിലും വേണം. കാരണം 3 mm ആണ് വിട്ടെങ്കിൽ അപ്പോൾ 3 mm ഹോൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 2 സൈഡിലോട്ട് വീണ്ടും ഒരു 3 mm വേണ്ടി വരും. അപ്പോൾ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത് വിട്ടിന്റെ സിഗ്നൽ ലൈൻ ആണെങ്കിൽ 1 mm, അപ്പോൾ അതിന്റെ 2 സൈഡിലും കൊടുക്കുന്ന പാഡ്സുകൾ എന്ന് പറയുന്നത് 3 ടൈംസ്. ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. വിട്ട് 1 mm ആണെങ്കിൽ നമ്മളൊരു 3 mm വേണം. അതിൽ 1 mm പോർഷൻസ് നമ്മൾ ഡ്രിൽ ചെയ്ത് കളയും, ബാക്കി സൈഡിൽ അപ്പോൾ 1 mm പോർഷൻ കാണും. ദാറ്റ് മീൻസ് എത്രയാണോ ട്രാക്കിന്റെ വിട്ട് അത് തന്നെ, ആ വിട്ട് തന്നെ നമുക്ക് അതിന്റെ പാഡ്സിലും കാണും. അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ട് ഒരു സോൾഡറിംഗ് ജോയിൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് നോക്കുക, ആ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പാഡ്സിന്റെ ഒക്കെ ഒരു സംഭവം നോക്കുക. അതിന്റെ ഡയമെൻഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വൺ ശ്രദ്ധിക്കുക, 2 പാഡുകളും നമ്മൾ അടുത്തടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ 2 ജോയിൻസും തമ്മിൽ ഒരുമിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അവിടെ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ടുണ്ട്. ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് അവിടെ പാഡ്സ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു പോയിന്റ്സ് പറയാൻ വിട്ടുപോയത്, ഷെറിൻ സാറ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് SMD കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞു. സർഫസ് മൗണ്ട് ടെക്നോളജി ആ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസിനെ നമ്മൾ SMD എന്ന് പറയും. വളരെ സ്മാർട്ട് ആയിട്ടുള്ള, വളരെ കുഞ്ഞ്, വളരെ പ്രിസിഷൻ ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ ആയിരിക്കും, വളരെ തിന്നായിട്ടുള്ള കമ്പോണൻസ് ആയിരിക്കും SMD കമ്പോണൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ SMD കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു PCBയിൽ വെച്ച് SMD സോൾഡറിങ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ടൈപ്പ് സോൾഡറിങ് ആണ്. അത് നിങ്ങൾ പുറത്തേ പഠിപ്പിക്കും. അപ്പോൾ SMD കമ്പോണൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ടെസ്റ്റിൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കപ്പാസിറ്ററോ ഒരു റെസിസ്റ്ററോ ഒക്കെ ആണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഫ്ലോവറൊക്കെ ഉപയോഗിച്ചൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഒത്തിരി ലീഡൊക്കെ ഉള്ള IC ഒക്കെ ആണെങ്കിൽ പിന്നെ അത് റീവർക്ക് ചെയ്ത് ഫ്രഷായിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ഓരോ സ്റ്റേജ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം SMD PCB നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഓരോ സ്റ്റേജിലും ടെസ്റ്റ് പോയിന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് അഡീഷണൽ ആയിട്ട് ഒരു ഹോള്, ഒരു കണക്ടറോ ഒരു പിന്നോ ഒരു ബെയിൽ പിൻ കണക്ട് ചെയ്യാൻ കണക്കാക്കിയോ അല്ലെങ്കിൽ വെറുതെ ഒരു ഹോളോ എന്തെങ്കിലും അങ്ങനെയുള്ള ടെസ്റ്റ് പോയിന്റ്സ് ആയിട്ട്, മറ്റേത് വേണ്ട, നമ്മുടെ സാധാ THT ടെക്നോളജിയോ നമ്മുടെ പ്ലാറ്റർ ത്രൂ ഹോളൊക്കെ ചെയ്ത സമയത്തൊന്നും അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ SMD ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ PCB ഡിസൈൻ ചെയ്യുമ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം ടെസ്റ്റ് പോയിന്റ്സുകൾ ഇടുന്നത്, എക്സാമ്പിൾ ഒരു മദർ ബോർഡൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും ടെസ്റ്റ് പോയിന്റ്സ് ഇടുന്നത് നമുക്കതിൻ്റെ ടെസ്റ്റ് ചെയ്ത് ഏത് സെക്ഷനിലാണ് കംപ്ലൈൻറ്റ്, അവിടെ ഒരു ചെറിയൊരു SMD റെസിസ്റ്റർ ആണോ പോയത്, SMD റെസിസ്റ്ററിൻ്റെ വാല്യൂ മാറിയോ, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ SMD മൗണ്ടിങ് PCB ഡിസൈൻ ചെയ്യുന്നതിനും സോഫ്റ്റ്വെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് എടുത്തത്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എടുക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടിരുന്നാലും മതി. ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോഴും ലൈവായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഹലോ സാറേ. സാറ് നേരത്തെ മറ്റേ റെസിസ്റ്ററിന്റെ ഒരു മടക്കുന്ന പോർഷന്റെ ഒരു ലെങ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും? അതുപോലെ ഡയോഡിന്റെ എൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു ഡയോഡ് എന്ന് പറഞ്ഞപ്പോൾ സാധാരണ ലാബിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഡയോഡ് അല്ല, അല്ലേ? അതെ അതെ. ഇത് ഇച്ചിരി ഒരു ഡയൊക്കെ കൂടിയിട്ട് ആംബിയർ കൂടിയ 6 ആംബിയർ ഡയോഡാണ്. 6 ആംബിയർ. അപ്പോൾ 6 ആംബിയർ ഡയോഡിനെ നമ്മളിപ്പോൾ ഒരു PCB ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കമ്പോണന്റ് മൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ബെൻഡ് ചെയ്യാൻ ചേർത്ത് ബെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? മാക്സിമം നമ്മൾ ചേർത്ത് ഇതിൻ്റെ എഡ്ജിൽ, അതായത് കമ്പോണന്റിന്റെ എഡ്ജിൽ വെച്ച് നമ്മൾ ബെൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതിനകത്ത് ഇന്റേണൽ പോർഷനിൽ വെച്ച്, ആ ഡോപ്പിംഗ് നടക്കുന്ന സ്ഥലത്ത് വെച്ച്, അവിടെയാണ് ഈ ആനോഡും കാഥോഡും ഈ കാണുന്ന ടിൻ കോട്ട് ചെയ്ത ഒരു കോപ്പർ വയർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചേർത്ത് നമ്മൾ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്തിന് ഒരു ടെക്നിക്കൽ ഒരു സ്പെക്ക് പറയുന്നത്, ഇത് ലെന്ത് ഇതിപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നത് 2 mm ഉണ്ട്. അപ്പൊ ഡയമീറ്റർ, ഇത് കട്ടിയുള്ള ലീഡാണ്. നമ്മൾ ലാബിൽ കൊടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന 1N4007 1N400 അതെല്ലാം 1 ആംബിയർ ഡയോഡുകളാണ്. ഇത് 6 ആംബിയർ ഡയോഡാണ്. അപ്പോൾ തിക്നെസ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഡയോഡ് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ ചേർത്ത് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിപ്പോൾ ഒരു 2 mm ആണ് ഉള്ളതെങ്കിൽ മിനിമം നമ്മൾ അതിൻ്റെ ഒരു 2D ഡയ എത്രയാണോ അതിൻ്റെ ഡബിൾ 2 mm ആണെങ്കിൽ 4 mm ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ് മെഷർ ചെയ്തിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്യണം. 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യണം. ഇതുപോലെ ബെൻഡ്. അപ്പോൾ ഇതുപോലെ ബെൻഡ് ചെയ്താൽ ഇത് കറക്റ്റ് മൗണ്ട് ചെയ്യുന്ന ഭാഗത്തിന് വേണം നമ്മൾ PCB ഡിസൈൻ ചെയ്യാൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഓക്കെ സാർ. അതുപോലെ എല്ലാ കമ്പൗണ്ട്സും അങ്ങനെ തന്നെയാണ്, കപ്പാസിറ്റർ ആയിരുന്നാലും. ഓക്കെ സാർ. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തേലും? അടുത്തൊരു 15 മിനിറ്റ് കൂടെ അടുത്ത പോർഷൻസ് ഒന്ന് നോക്കാം. സർ, ലീഡിന്റെ ഡയമീറ്ററിന്റെ 2 times ആണല്ലേ? അതെ. ലീഡിന്റെ ഡയമീറ്ററിന്റെ 2 times. ലീഡിന്റെ ലെന്തിന്റെ അല്ല, ഡയയുടെ. അതുപോലെ ലീഡിന്റെ ലെന്ത് ചിലപ്പോൾ ഒരു 3 cm കാണും.
മാക്സിമം അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പല PCBകളിലും കണ്ടിട്ടുണ്ട്, ഇത് കോപ്പറാണ്, ഇതിൻ്റെ മേളിലൊരു കോട്ടിംഗ് ഉണ്ട്, കുറച്ചാൾ കഴിയുമ്പോൾ ഈ കോട്ടിംഗ് ഒക്കെ പോവും, പിന്നെ അതിനകത്ത് കൊറോഷനൊക്കെ വന്നിട്ട് അത് എന്താ പറയുക, ഡൈസോൾഡർ അല്ല, ലീഡ് തന്നെ പൊട്ടിപ്പോകുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് പല എക്യുപ്മെന്റ്സിൽ. അപ്പം അത് നമ്മൾ ഇനിയൊക്കെ PCB ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, ലെന്ത് കൂട്ടാതെ. PCB കോമ്പാക്റ്റ് ആവും, സർക്യൂട്ട് ബോർഡ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് ചോദിച്ചാൽ മതി. ദെൻ നമുക്ക് സോൾഡറിങ് ടൂൾസിനെ കുറിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാനിപ്പോ ഈ കാണിക്കുന്നത് പറയുന്നതാ സോൾഡ്രോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു സോൾഡറിങ് അയണാണ്. സോൾഡ്രോൺ എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം, കുട്ടികളോട്ട് ഇങ്ങനെയുള്ള നമ്മുടെ എക്യുപ്മെന്റ്സുകളൊക്കെ കഴിവതും ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, 2015 റിവിഷനിൽ നമ്മൾ സോൾഡറിങ് പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഫോർത്ത് സെമ്മിലാണ്. പക്ഷെ ഇപ്പോൾ 2021 റിവിഷനിൽ ഇത് ഫസ്റ്റ് ഇയർ തന്നെ കൊണ്ടുവന്നു. സെക്കൻഡ് സെമ്മിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിത് സോൾഡറിങ് ആണ് ആദ്യം പഠിപ്പിക്കുന്ന കുട്ടികളെ. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ഇന്നത്തെ സമയത്ത് ഇതിനുണ്ട്. ഒരു കുട്ടി ഒരു ടെക്നീഷ്യൻ, നല്ലൊരു ടെക്നീഷ്യനായിട്ട് നല്ല രീതിയിൽ ഒരു സോൾഡറിങ് ഡൈസോൾഡർ കണ്ടുപിടിക്കുന്ന ഒരു സൂപ്പർവൈസറായിട്ട് നമ്മുടെ കുട്ടി ഇറങ്ങണമെങ്കിൽ നല്ല രീതിയിൽ സോൾഡറിങ് പഠിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് 2021 റിവിഷനിൽ ഇത് ഫസ്റ്റ് ഇയർ തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിൽ തന്നെ ഈ ഒരു പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം. അപ്പം ഞാനൊക്കെ ചെയ്യിക്കുന്നത്, നമ്മളൊക്കെ വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ്. നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള CRO പോലും നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്നു, എന്നിട്ടും നമ്മളൊരു സോൾഡറിങ് ആണ് ഇവിടെ വാങ്ങിച്ചു വയ്ക്കുന്നില്ല കുട്ടികൾക്ക് വേണ്ടി. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ സോൾഡറിങ് എന്ന് പറയുന്ന ടൂള് അവർ കുട്ടികളുടെ കൈവശം തന്നെ ഉണ്ടാവണം. നമുക്കറിയാലോ, ഇപ്പൊ കുട്ടികളുടെയൊക്കെ അവസ്ഥകളൊക്കെ മാറിപ്പോയി. അവരെ കൈവശം ഒരു ടെസ്റ്റ് ഇല്ല, നമ്മളാരും മേടിക്കാൻ പറയാറില്ല. അവരെ കൈവശം ഒരു ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് ഇല്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒന്നുകിൽ ഒരു 5 ടെസ്റ്റെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുണ്ടാവും, ഇടയ്ക്ക് ഒന്ന് നോക്കാനും എല്ലാം. പറയുമ്പോൾ എല്ലാം നമുക്ക് യൂട്യൂബിലുണ്ടെന്ന് പറയുമെങ്കിലും നമുക്കൊരു ഫിസിക്കലി നമുക്ക് ഈ പറഞ്ഞ സോൾഡറിങ് എന്ന് പറയുന്ന ടൂള് മസ്റ്റായിട്ട് ഉണ്ടാവണം. അത് തന്നെ കുട്ടികളോട്ട് വാങ്ങുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഒരുവിധം ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് സോൾഡ്രോൺ. പിന്നെ ഗൂട്ട് എന്നുള്ളൊരു കമ്പനിയുടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സോൾഡറിങ് അത് ഒറിജിനൽ തന്നെ അവരെടുത്ത് അപ്പൊ സോൾഡ്രോണിന്റെ തന്നെ അയണ് മേടിക്കാൻ പറയണം, അല്ലെങ്കിൽ ഗൂട്ടിന്റെ അയണ് മേടിക്കാൻ പറയണം. അല്ലാതെ ശരിക്കും ഒരു നല്ല പ്രൈസ് വരും, ഏകദേശം ഒരു 350-375 ഇപ്പോ അതിന് മാർക്കറ്റ് പ്രൈസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കുട്ടികളെടുത്ത് ബ്രാൻഡഡ് സോൾഡറിങ് ആണ് മേടിക്കാൻ പറയണം. ബ്രാൻഡഡ്, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് വേണ്ട, കുട്ടികളെടുത്ത് ബ്രാൻഡഡ്. അതായത് ഇതൊരു ഷോപ്പിൽ മേടിക്കാൻ പോകുമ്പോൾ സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായിരുന്നാലും അവർക്ക് പ്രോഫിറ്റ് ഉള്ള സാധനമേ കൊടുക്കത്തുള്ളൂ. അപ്പൊ അതിന് പകരം നമ്മൾ ബ്രാൻഡഡ് സാധനം, ഇത് ബ്രാൻഡഡ് ആണോ, അല്ലെങ്കിൽ സോൾഡ്രോൺ ആണോ, അല്ലെങ്കിൽ ഗൂട്ടിന്റെ ഒറിജിനൽ ആണോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ചോദിച്ചാൽ അത് കുട്ടികളടുത്ത് പറയണം. ഞങ്ങളിവിടെ കുട്ടികളടുത്ത് പറയാറുണ്ട്, അവരെങ്ങനെ മേടിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കൊത്തിരി അഡ്വാൻറ്റേജും ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരു കുട്ടിയെ വിട്ട് മേടിപ്പിക്കേണ്ട സാധനങ്ങളിനകത്ത് ഒന്ന് ഈ സോൾഡറിങ് അയൺ. ദെൻ രണ്ടാമത് വലിയ കോസ്റ്റൊന്നും വരത്തില്ല, കമ്പോണൻസ് ഒക്കെ ഇതുപോലെ ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ട്യൂസർ, ഇതുപോലെ ഒരു ട്യൂസർ മേടിപ്പിക്കുക. ഒരു 35 റുപ്പീസോ 40 റുപ്പീസൊക്കെ വരത്തുള്ളൂ ഒരു ട്യൂസർ മേടിക്കാൻ പറയുക അവരെടുത്ത്. പിന്നെ അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു നൈഫ്. നമുക്കറിയാം, ഒരു 5 രൂപ 10 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു നൈഫ് കിട്ടും. അവരെടുത്ത് ഒരു നൈഫ് മേടിക്കാൻ പറയുക. പിന്നെ ഒരു ബണ്ടിൽ ഒരു 50 ഗ്രാമിൻ്റെയോ എന്തെങ്കിലും ഏതെങ്കിലും നല്ല മേക്ക് നോക്കിയിട്ട് ഒരു റോള് സോൾഡർ വയർ മേടിക്കാൻ പറയാം. അത് ഇതുപോലെയുള്ള വയർ തന്നെ, ഇതുപോലെ ഇരിക്കുന്ന വയർ തന്നെ മേടിക്കാൻ പറയണം. വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ ഇങ്ങനെ റോളായിട്ടിരിക്കുകയാണെങ്കിൽ ഇതിന്റെ ടോപ്പിൽ നിന്ന് എടുക്കാം, ടോപ്പിൽ നിന്ന് സോൾഡ് ചെയ്തിട്ട് വീണ്ടും അങ്ങ് മടക്കി വെക്കാം. അല്ലാതെ ഇവർക്ക് സാധാരണ ഒരു മീറ്ററായിട്ടൊക്കെ റൗണ്ടായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇത് കഴിയുമ്പോൾ ഇതിനകത്ത് ഓയിൽ കണ്ടന്റ് ഒക്കെ വരും. പിന്നെ സോൾഡർ ചെയ്യുമ്പോൾ ഡ്രൈ സോൾഡർ ചെയ്യും. ഇവർക്ക് ഭാവിയിൽ പിന്നെ ഇവർ 4th സെമ്മിലും 6th സെമ്മിലൊക്കെ അവരെ ഫൈനൽ പ്രോജക്റ്റും മൈനർ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ സോൾഡർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല.
അതേസമയത്ത് ഇതുപോലെ ഒരു റോളായിട്ടിരിക്കുന്ന സോൾഡർ ഇച്ചിരി കോസ്റ്റ് വരും. എന്നാൽ അവരെ വിട്ട് മേടിക്കാൻ പറഞ്ഞാൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് സോൾഡർ ചെയ്യാനും ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഈ ഒരു വർക്ക്, നമുക്കറിയാമല്ലോ സോൾഡറിങ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ആർട്ടാണ്. ശരിക്കും കുട്ടികൾ, ഒരു ഇലക്ട്രോണിക് പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചിരിക്കേണ്ട ഒരു കലയാണ് ശരിക്കും പറഞ്ഞാൽ സോൾഡറിങ് എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസും എല്ലാം ഇതിൽ എക്സ്പെർട്ടായ ദുഷ്യൽ സാറ് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അതിന്റെ ആ സാറ് തരുന്ന സ്പെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നവരാണ് എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് അത് മേടിക്കും. ഒരു സോൾഡറിങ്ങാണ്, ഇതുപോലെ ഒരു ട്യൂസർ, ദെൻ സോൾഡർ, പിന്നെ ഒരു ഫ്ലക്സ് മേടിക്കുമ്പോൾ കുട്ടികളൊക്കെ ഫ്ലക്സ് മേടിക്കുന്നത് ഇപ്പോൾ ഇത് ഉള്ള ഒരു അത്യാവശ്യം സോൾഡർ പേസ്റ്റ് ആണ്. അതായത് വൈറ്റ് സോൾഡറിങ് പേസ്റ്റ് ആണ്, വൈറ്റ് പേസ്റ്റ്, വൈറ്റ് ഫ്ലക്സ് എന്ന് പറയും. വൈറ്റ് ഫ്ലക്സ് ഇതുപോലത്തെ ഒരു ഫ്ലക്സ് മേടിക്കാൻ പറയണം. മാർക്കറ്റിൽ വേറെയും കിട്ടും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാനുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇച്ചിരി ഒരു ചെറിയൊരു യെല്ലോ കളറേ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ ഒരു വൈറ്റ് കളറാണ്. അപ്പൊ ഈ വൈറ്റ് കളർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോൾഡറിങ് പോയിന്റ്സിന് ചുറ്റും ഇങ്ങനെ കറുത്ത പാടുകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ വാഷ് ഔട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പൊ ഇതുപോലൊരു സാധനം മേടിക്കാൻ പറയുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കുട്ടികൾ മേടിക്കാൻ പറ്റണം. ഇനി വേറെ നമ്മുടെ SMDയിലൊക്കെ യൂസ് ചെയ്യുന്ന സാറുകൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. ഇത് SMD സോൾഡർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പേസ്റ്റാണ്. അത് വ്യത്യാസം, ലിക്വിഡ് പേസ്റ്റാണ്, ഒരു സാധാ പേസ്റ്റ് അല്ല ഇത് SMD സോൾഡറിങ്ങിനാണ്. ഇത് SMDയിൽ യൂസ് ചെയ്യുന്ന SMDയിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഫ്ലക്സാണ്, വേറെ ടൈപ്പ് ഫ്ലക്സാണ്. ഇതിനെക്കുറിച്ചൊക്കെ RMA 100 UV എന്നൊക്കെ പറയുന്ന സാധനമാണ്. പിന്നെ നമുക്ക് മൈക്രോ പ്രോസസർ, അതുപോലെ തന്നെ മൈക്രോ കൺട്രോളർ ഒക്കെ വെച്ച് ചെയ്യണമെങ്കിൽ നീഡിൽ ടൈപ്പ് കിട്ടും. SMD സാധാ സ്റ്റുഡൻസിന് മേടിക്കാൻ പറയുന്നതല്ല, നിങ്ങളുടെ അറിവിലേക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ സിറിഞ്ച് ടൈപ്പ് സാധനമുണ്ട്. അതിനകത്ത് സോൾഡറും അതിനകത്ത് തന്നെ കാണും, ഫ്ലക്സും അതിനകത്ത് തന്നെ കാണും. ലിക്വിഡാണ് സോൾഡറും ലിക്വിഡാണ്, ദെൻ ഫ്ലക്സും ലിക്വിഡാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോന്നും വിധം കോളേജിൽ മേടിച്ച് വയ്ക്കുന്നത് സ്റ്റുഡൻസിനെ കാണിച്ചു കൊടുക്കാനും അവർക്ക് ഈ മേഖലയിലോട്ടൊരു ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയുള്ള ഒരു താല്പര്യം ഉണ്ടാവാൻ നന്നായിരിക്കും. നമ്മുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആണ് ഇതൊക്കെ പറയുന്നത്. ഇത് സോൾഡറിങ് പേസ്റ്റ് ആണ്, ഇതും അതുപോലെ തന്നെയാണ്. ദെൻ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സോൾഡറിങ്, ദെൻ ഒരു ട്യൂസർ, ദെൻ ലേശം സോൾഡർ, ദെൻ സോൾഡറിങ് പേസ്റ്റ്, ഒരു കുഞ്ഞു നൈഫ്. ഇത്രയും മസ്റ്റായിട്ട് നമ്മുടെ ടിങ്കറിങ് വർക്ക്ഷോപ്പിൽ ആദ്യം വരുന്ന സോൾഡറിങ് പഠിപ്പിക്കുന്ന സമയത്ത് ഇത്രയും കുട്ടികളടുത്ത് മേടിക്കാൻ പറയുക. അപ്പോൾ ഇതാണ് നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾഡർ ജോയിൻസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ്. ഇത് 25 വാട്ട്സ് ആണ്. ഇത് 25 വാട്ട്സിൻ്റെ അതിനാണ്. ഇത് മതിയാവും, നമ്മുടെ അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്യാൻ 25 വാട്ട്സ് മതിയാവും. ഇത് നമുക്ക് കുറച്ചുകൂടെ ഹീറ്റ് കൂടുതൽ വേണ്ടുന്ന സന്ദർഭങ്ങൾ വരും. എക്സാമ്പിൾ ലാബിലൊക്കെ നമുക്ക് ചിലപ്പോൾ 1.5 വോൾട്ട് സെല്ലൊക്കെ ചിലപ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ചില എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ സിംഗിൾ സ്റ്റാൻഡ് വയറോ മൾട്ടി സ്റ്റാൻഡ് വയറൊക്കെ ഒട്ടിക്കാനൊക്കെ അത് ഈ ടൈപ്പ് സോൾഡറിങ് 25 വാട്ട്സ് ഒക്കെ യൂസ് ചെയ്താൽ ശരിക്കൊരു സോൾഡറിങ് ജോയിൻസ് കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ സെയിം തന്നെ നമുക്ക് 65 സ്റ്റുഡൻസിന് മേടിക്കാനല്ല, ലാബിൽ മേടിക്കാനെന്ന് പറയുന്നത് 65 കുറച്ചുകൂടെ വാട്ടേജ് കൂടിയ സാധനം യൂസ് ചെയ്യുക. കാരണം ഇത് നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ കൂടുതൽ സർഫസിൽ വച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹീറ്റ് ആ പോയിന്റ്സിൽ കിട്ടത്തില്ല. ആ കിട്ടുന്ന ഹീറ്റ്സ് മറ്റുള്ള പോർഷനിലോട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കൊടുക്കുന്ന വിത്തിൻ സെക്കൻഡ് നമ്മുടെ ആ ഒരു ആർട്ട് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് വാട്ടേജിൽ മാർക്കറ്റിൽ സോൾഡറിങ് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ് ഇത്. ഇത് വെല്ലർ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇത് സോൾഡറിങ് സ്റ്റേഷനാണ്. സോൾഡറിങ് സ്റ്റേഷനാണ്. ഇതിനകത്ത് ഇത് സോൾഡറിങ് സ്റ്റേഷനകത്ത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ടിപ്പ്. അതിൻ്റെ ടിപ്പ് നമുക്ക് പല ഷേപ്പിലുള്ള ടിപ്പുകളുണ്ട്, ഷാർപ്പായിട്ടുള്ളതാണ്. നമുക്കിതിനെ ഇവിടെ വെച്ചിട്ട് മാറ്റി ഇടാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഉള്ള സോൾഡറിങ് വർക്കിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ലാബിലൊക്കെ അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് ഒരു സോൾഡറിങ് ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ് സ്റ്റേഷൻ എന്ന് പറയും.
ദെൻ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡീസോൾഡറിങ് പമ്പ്. പിന്നെ ഡീസോൾഡറിങ് പമ്പ് എന്നാണ് പറയുന്നത്, അറിയാമല്ലോ. നമുക്കൊരു സോൾഡർ ചെയ്തിട്ട് ആ സോൾഡർ ചെയ്ത പോർഷനിലുള്ള സോൾഡറിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡീസോൾഡറിങ് പമ്പ്. പിന്നെ വേറൊരു മെറ്റീരിയൽ ഉണ്ട്, ഇതിൽ ഡീസോൾഡറിങ് വിക്ക് എന്ന് പറയും, വിക്ക്. ഇപ്പോൾ നമുക്ക് ഡീസോൾഡറിങ് പമ്പ് വെച്ച് ഒരു ഏതെങ്കിലും ഇതാണ് ഡീസോൾഡറിങ് വിക്ക്. ഒരു ഷീൽഡ് വയറാണിത്. ഇത് മാർക്കറ്റിൽ കിട്ടും, ഷീൽഡ് വയർ. അപ്പോൾ ഈ ഷീൽഡ് വയറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഐ സി ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഷീൽഡ് വയർ വെച്ച് സോൾഡറിങ് ചെയ്യാൻ ടച്ച് ചെയ്ത് ആ സോൾഡർ ഇങ്ങോട്ട് അബ്സർവ് ചെയ്യും, വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ ചെയ്യും. അതിനുശേഷം നമുക്ക് ഫ്രീ ആയിട്ട് ഐ സി നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നാളെ ചോദിച്ചാലും മതി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലോസ് ചെയ്യാവോ? Dear participants, if you need any clarification, you can ask now. Thank you, Sanilkumar sir, for your informative class. Dear participants, from next day onwards, forenoon sessions require computer with Windows OS. 2 files will share in the group. All are requested to download the files in your PC. Further instructions will be given in the class. Also, don't forget to submit your feedback. Thank you all. See you tomorrow. Have a great time.